1485 ചിങ്ങമാസം 29-ാം തീയതി 2009 സെപ്റ്റംബർ മാസം 14-ാം തീയതി തിങ്കളാഴ്ച ഉദിച്ച് 12 നാഴിക 55 വിനാഴിക പുലർന്നപ്പോൾ ഈ തറവലക്കര സ്ഥലം കാവുംപാറയ്ക്കൽ മകീര നക്ഷത്രം അപ്പുക്കുട്ടൻ എന്ന കാരണവരുടെയും ഇത് സ്ഥലവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ദേവസാന്നിധ്യാദിയുടെ ത്രൈകാലികമായിട്ടുള്ള ശുഭാശുഭങ്ങളും അറിയണമെന്ന് പ്രാർത്ഥിച്ച് 12 രാശിയും 9 ഗ്രഹങ്ങളും പരിവാരങ്ങളായി ദക്ഷിണാമൂർത്തിയെ പൂജിച്ച് ആ ദേവൻ പ്രസന്നമായ സമയത്താണ് സ്വർണം പൂജിക്കുക. അതാണ് കൊണ്ടാണ് സ്വർണ്ണപുഷ്പം എന്ന് പറയാനുള്ള കാരണം. ആ സ്വർണം പൂജിച്ച് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. ഈ പ്രപഞ്ചം പഞ്ചഭൂതാത്മകമാണ്. പൃഥിവി, അപ്പ്, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ചരാചരങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഈ പഞ്ചഭൂതത്തിൻ്റെ പ്രതീകമായിട്ടുള്ള 5 സാധനങ്ങളാണ്: അരി, നെല്ല്, ചന്ദനം, പുഷ്പം, ജലം. ഇതിലെ പഞ്ചഭൂതത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ 5 സാധനങ്ങളിൽ ജീവ ഏവഹി കാഞ്ചനം, ജീവനാകുന്ന സ്വർണം വയ്ക്കുക, ചൈതന്യപ്പെടുത്തുക. അങ്ങനെ പൂജിച്ച് കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് 12 രാശികളിൽ ഏതെങ്കിലും രാശിയിൽ കുട്ടിയോട് കൊണ്ടുപോയി വെക്കാൻ പറയുക. പൃഷ്ഠാ സ്വർണേന യം രാശി സ്പൃശേത് ആരൂഢയവസ. ഏത് രാശിയിലാണോ പുഷ്പാക്ഷരങ്ങളോട് കൂടി ഈ രാശി സ്പർശിച്ചത് അതാണ് സ്വർണ്ണാരൂഢം. കൊണ്ടുവച്ചത് അതാണ് സ്വർണ്ണാരൂഢം. അപ്പോൾ ഇയാൾ കൊണ്ടുപോയി വെച്ചത് വൃശ്ചിക രാശിയിലാണ്. വൃശ്ചികമാണ് നമ്മുടെ സ്വർണ്ണാരൂഢം. അപ്പോൾ ആ സ്വർണത്തിൻ്റെ അവസ്ഥ പരിശോധിച്ചപ്പോൾ പുഷ്പാക്ഷരങ്ങളുടെ മധ്യഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്ന് കുറേ താന്ന് മധ്യഭാഗത്താണ് സ്വർണം എത്തിയത്. അതിൻ്റെ മലർന്നിട്ടാണോ കമഴ്ന്നിട്ടാണോ എന്ന് പരിശോധിക്കുമ്പോൾ സ്വർണം മലർന്നു. എന്നാലോ ലേശ ചെരിവുണ്ട്. എവിടേക്കാ? തെക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് സ്വർണം ചെരിഞ്ഞത്. അതിൻ്റെ നവാംശകം പരിശോധിച്ചപ്പോഴോ വൃശ്ചിക രാശിയിലാണ് സ്വർണത്തിൻ്റെ നവാംശകം. അങ്ങനെ വൃശ്ചിക രാശി ആരൂഢമായ ഉദയ ആരൂഢമാണ്. 2-ാം ഭാവം ധനുരാശിയുടെ ആദിത്യൻ്റെ നവാംശകം. 3-ാം ഭാവം മകരം രാശി, അവിടെ വ്യാഴം, രാഹു, ഗുളികന്മാരെ ശനിയുടെ നവാംശകം. പിന്നെ 4-ാം ഭാവം കുംഭരാശി, അവിടെ രാഹുവിൻ്റെ നവാംശകം. 5-ാം ഭാവം മീനം രാശി, അവിടെ ബുധൻ, ശുക്രൻ, ചൊവ്വ, ഗുളികൻ്റെ നവാംശകം. 6-ാം ഭാവം ഇടവം രാശിയാണ്, ശത്ര ആരൂഢമാണ്. 7-ാം ഭാവം ഇടവം രാശി, അവിടെ ചന്ദ്രൻ്റെ നവാംശകം. 8-മം മിഥുനം രാശി, അവിടെ ചന്ദ്രൻ, ചൊവ്വ സ്ഥിതി. 9-ാം ഭാവം കർക്കിടക രാശി, സ്പൃഷ്ടാംഗാരൂഢമാണ്, അവിടെ കേതു, ശുക്രൻ്റെ സ്ഥിതി. 10-ാം ഭാവം ചിങ്ങരാശി, അവിടെ ആദിത്യൻ, വ്യാഴത്തിൻ്റെയും കേതുവിൻ്റെയും നവാംശകം. 11-ാം ഭാവം കന്നിരാശി, അവിടെ ബുധൻ, ശനി. 12-ാം ഭാവം തുലാം രാശി, ഉദയ ആരൂഢം. ഇങ്ങനെയാണ് നമുക്ക് ഗൃഹസ്ഥിത അംശങ്ങളൊക്കെ കിട്ടിയത്. ഇനി ഗൃഹസ്ഥിത അംശങ്ങളെ കൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചിന്തിക്കുക. അതിൽ ആദ്യമായിട്ട് ഈശ്വരാധീനമുണ്ടോ എന്നുള്ള പരിശോധനയിൽ നമ്മൾ കണ്ടു വ്യാഴം 3-ലാണ്. സർവേശ്വരാണാം ദക്ഷിണേ അസ്നിത്യം സാന്നിധ്യം അസ്മാദിഷ്ണേനുകൂലേ പ്രായോനുകൂല സകലാശ്ചദേവാഹ സ്ഥൽ പ്രാതികുല്യേ സതി നാനുകൂലാഹ എന്നല്ല. ഇപ്പോൾ സർവേശ്വര കാരകനായ ഗ്രഹം വ്യാഴമാണ് ജ്യോതിഷത്തിൽ. ആ വ്യാഴത്തെ അനുകൂലമായ ഭാവത്തിൽ കണ്ടാൽ നിങ്ങൾ ദൈവാധീനത്തെ പറഞ്ഞോളൂ. ഇപ്പോൾ ഈ വ്യാഴത്തിന് സൗമ്യാനാം വ്യയ മൃത്യുശത്രു സഹജാഹ എന്ന ഇഷ്ടാഹ എന്നല്ലേ. ശുഭഗ്രഹം ആയ വ്യാഴ അഥവാ ശുഭഗ്രഹങ്ങൾക്ക് 3, 6, 8, 12 ഭാവമൊക്കെ അനിഷ്ടഭാവവും അല്ലാത്ത ഭാവങ്ങൾക്ക് ഇഷ്ടഭാവ. ഇവിടെ വ്യാഴം 3-ലാണ്. അപ്പം ഇന്ന് താൽക്കാലികമായിട്ട് എന്തുണ്ട്? ആദ്യം ഒരു പ്രശ്നം വെച്ചാൽ ദൈവാധീനമാവേണ്ടത്. ദൈവാധീനം അറിഞ്ഞിരിക്കുന്നു, വിപരീത. അപ്പം എന്നെങ്കിലും വൃശ്ചിക രാശി അറിയുമ്പോൾ ഒരു നൈസർഗികമായിട്ട് ദൈവാധീനമുള്ളവരാണ്. ഈ തറവാടിനെ സംബന്ധിച്ച് പാരമ്പര്യമായ ഒരു ദൈവാധീനമുള്ളവരാണെങ്കിലും ഇന്നെന്താണ് ആ ഈശ്വരാധീനക്കുറവ് കാണിച്ച പ്രശ്നം? അതെന്തുകൊണ്ടാണ് നോക്കണമല്ലോ അല്ലേ? വ്യാഴം അറിയാനുള്ളതായിട്ടുള്ള കാരണം അത് 2-ാം ഭാവപതിയായിട്ട് 5-ാം ഭാവപതിയായിട്ടല്ലേ വ്യാഴം അനിശ്വസനായത്. ആ വ്യാഴത്തിൻ്റെ അംശകം 10-ലുണ്ട് അല്ലേ? അപ്പോൾ സൂക്ഷ്മ അംശകതോ വായിച്ചു പറയുമ്പോൾ സൂക്ഷ്മഭാവത്തിൽ 10-ൽ വ്യാഴ. അപ്പോൾ പാരമ്പര്യമായിട്ട് ദൈവാധീനമുള്ളവരാ. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ
എന്തൊക്കെയോ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് നമ്മളെ സംബന്ധിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരൂഢപതിയുടെ ദുസ്ഥിതി വന്നു അല്ലേ? എന്നാൽ ഒരു അഷ്ടമംഗല പുഷ്ടാണെങ്കിൽ അഥവാ സ്വർണ്ണ പുഷ്ടാണെങ്കിൽ 6 ആരൂഢങ്ങളിൽ നിന്നും ദൈവാധീനം ചിന്തിക്കണം. ഷഡാരൂഢം ആരൂഢ ഉദയ ലഗ്നാംശ ഛത്ര സ്പൃഷ്ടാംഗരാശയ ചന്ദ്രാദിഷ്ടരാശി ചിന്ത്യാഹ ഷൾപ്രശ്നകർമ്മണി. ഇപ്പോൾ സാധാരണ നമ്മൾ രാശി വയ്ക്കാൻ പോകുമ്പോൾ ഒരു ആരൂഢങ്ങളെ കൊണ്ട് മാത്രമേ ദൈവാധീനം ഉണ്ടോ നോക്കുള്ളൂ. എന്നാൽ അഷ്ടമംഗല പ്രശ്നം സ്വർണ്ണ പ്രശ്നമൊക്കെ ആണെങ്കിൽ താമ്പൂല പ്രശ്നമൊക്കെ ആണെങ്കിൽ 6 ആരൂഢങ്ങളിൽ നിന്നും ഈശ്വരാധീനം ചിന്തിക്കണം എന്നാണ്. അപ്പോൾ ആരൂഢത്തിൽ നിന്ന് വ്യാഴം 3-ൽ ദുസ്ഥനായി. ഉദയം എത്ര മണി എത്ര മിനിറ്റിന് പ്രശ്നം വെച്ചു, അപ്പോൾ ഉദിച്ച രാശി അതിൽ നിന്ന് 3-ലാ. ഉദയ നവാംശകം, അതിന് നവാംശകം ചിലപ്പോൾ കിട്ടിയ രാശി തുലാമാണ്. അതിൽ നിന്ന് വ്യാഴം 4-ൽ വന്നു അല്ലേ, അനുകൂലമായി. ആരൂഢ ഉദയ ലഗ്നാംശ ഛത്രം, ഉദയാരൂഢവും കൃഷ്ണാരൂഢവും സൂര്യൻ്റെ സഞ്ചാരഗതിയും കൂടി ബന്ധപ്പെട്ട് കിട്ടുന്ന ആരൂഢമാണ് ഛത്രാരൂഢം. അത് മേടം രാശിയാണ്. അതിൻ്റെ 10-ൽ വ്യാഴം അനുകൂല. ഛത്ര സ്പൃഷ്ടാംഗരാശിയ, തൊട്ട് കാണിച്ച രാശി. കുട്ടി ഇവിടെയാണ് തൊട്ടത് താഴെ. വരാംഗം ആനനം ഉരസ് ഹൃദയഭാഗ. ആ ഹൃദയഭാഗം കർക്കട രാശിയാണ് തൊട്ട രാശി. അതിൽ നോക്കുമ്പോൾ വ്യാഴം 7-ൽ അനുകൂല. ചന്ദ്രാദിഷ്ട രാശി ചന്ദ്രൻ ഏത് രാശിയിൽ സഞ്ചരിക്കുന്നുവോ അതാണ് ചന്ദ്രാദിഷ്ട രാശി. അപ്പോൾ ചന്ദ്രൻ മിഥുന രാശി മിഥുനക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. അതിൽ നോക്കുമ്പോഴോ അഷ്ടമത്തിൽ വ്യാഴം മറഞ്ഞു. അപ്പോൾ 6 ആൾക്കാരാ ജഡ്ജിമാരാ. അപ്പോൾ 3 ആൾക്കാർ പറയുന്നു അനുകൂലമായി ഉണ്ട്, 3 ആൾക്കാരോ വിപരീതമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതെ, ഭൂരിപക്ഷം നോക്കാനില്ല, 3-3. അങ്ങനെ വന്നാൽ കലികാലത്തിൽ എന്താണ് പറയേണ്ടത്? അതെ. അപ്പോൾ ഗുണദോഷങ്ങൾ സമാനതായാം ബലിനോഹി ദോഷഹാനൽ. അപ്പോൾ ഗുണദോഷങ്ങൾ സമ്മിശ്രങ്ങളായിട്ട് വന്നാൽ ആചാര്യം പറഞ്ഞത് നിങ്ങൾ ദോഷാധിക്യത്തിൻ്റെ പട്ടികയിൽ പെടുത്തിയാൽ മതിയെന്നും. ആലോച്യ വാച്യം ഫലം അല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ ഗുണദോഷങ്ങളെ കണ്ടാൽ വളരെ ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്ന് ആചാര്യം പറയണത്, ഗുണദോഷങ്ങൾ സമ്മിശ്രങ്ങളായിട്ട് വന്നാൽ. അപ്പോൾ അവിടെ 3 ആരൂഢങ്ങളെ കൊണ്ട് വ്യാഴം അനുകൂലമായി, 3 ആരൂഢങ്ങളെ കൊണ്ടോ പ്രതികൂലമായി. അപ്പോൾ അതിൽ ഏത് ആരൂഢത്തിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ എന്താ? തഥപ്യാരൂഢവാഞ്ചായ. അപ്പം ആരൂഢത്തിന് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ ആദ്യം കിട്ടിയ ആൾ തന്നെയാണ് പ്രധാനപ്പെട്ട ആളാണ് എന്ത് എതിരായിട്ട് ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത്. ആളെ നമുക്ക് നേരെയാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ കാര്യങ്ങളൊക്കെ എന്താവുള്ളൂ, നേരെയാവുള്ളൂ എന്നല്ലേ. അഥവാ ഈ ഉദയരാശിയിൽ നിന്നും അല്ലേ 9-ലെ ശുക്രനല്ലേ, നീചാരിഭാംശകത ഭൃഗുണാത്രകോണേ പാപാവിലഗ്നഭവനെ ശുഭദൃഷ്ടിഹീനെ ഗാർഹസ്ഥധർമ്മരഹിതോ മുനിയോഗമേതദാ ജീവനം സകലലോകഹിതാനുകാരി എന്നല്ലേ. ഈ എന്താ തലവറക്കര എന്താ പറഞ്ഞേ? തറവലക്കര ഈ ദേവസ്ഥാനത്തെ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു തപസ്വി എന്നുള്ള ആളല്ലേ കാണുക, ഒരു മുനിയോഗമാൻ, ഒരു യോഗീശ്വരനെ അഥവാ ഒരു വിശിഷ്ടനായിട്ടുള്ള ഒരു ആചാര്യൻ എന്നോ അല്ലെങ്കിൽ ഒരു തപസ്വി എന്നോ ഒരു ഗുരു എന്നോ പറയേണ്ടതായിട്ടുള്ള ഒരു ലക്ഷണം ആദ്യം കാണുന്നുണ്ട്. ഈ ദേവന്മാരെയൊക്കെ സേവിക്കുകയോ ഈ ദേവന്മാരുടെയൊക്കെ ആവിർഭവത്തിന് കാരണമായിട്ടുള്ള ഒരാളുടേതായിട്ടുള്ള ഒരു സാന്നിധ്യകല ഇവിടെ ഉണ്ട് എന്നാ. ബഹുണാത്രികോണേ പാപാ വിലഗ്നഭവനേലെ ഗാർഹസ്ഥധർമ്മരഹിതോ മുനി യോഗമേതദാ ജീവനം. വിവാഹം കഴിച്ചിട്ട ആളായിരിക്കാം, പക്ഷേ ഒരു മുനിയോഗമാണ്. ഒരു മുനി എന്ന് പറയുമ്പോൾ തപസ്യ പോലെ കാര്യങ്ങളൊക്കെ ഇതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതായിട്ടുള്ള ഒരു വ്യക്തിയില്ലേ, ഒരു ഗുരുസ്ഥാനം പോലെ കാണേണ്ടതായിട്ടുള്ള ഒരാൾ, അങ്ങനെയായിട്ടുള്ള ഒരാളുടേതായിട്ടുള്ള ബന്ധം കാണിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഗുളികദൃഷ്ടിയിൽ നിൽക്കണ ശുക്രനായതുകൊണ്ട് അതിൽ വല്ല പ്രത്യേകതകളും ഉണ്ടോ നോക്കും വേണം. വ്യാഴത്തിന്റെ ഗുളികന്റെ ബന്ധവും വ്യാഴശുക്രന്മാരുടെ പരസ്പര ദൃഷ്ടിയും അതെ അതിമാനുഷ യോഗത്തെ കാണിച്ചാണല്ലോ. ദേവാചാര്യ അസുരാചാര്യോ പശ്ചേതിൽ പരസ്പരം ദ്വിതീയ ജന്മസമയെ തസ്യായും അതിമാനുഷ. ആ വ്യാഴത്തിന് ഗുളികന്റെ ബന്ധവും കൂടി വന്നതുകൊണ്ട് പണ്ട് അതെ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ദേവന്മാരുടെയൊക്കെ ആവിർഭാവത്തിന് കാരണമായ ഒരു വ്യക്തിയുടെ വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ചൊവ്വാക്ഷത്രം ആരൂഢമാവുകയും അല്ലേ, ആരൂഢപതി മിഥുനം രാശിയിൽ വന്നതുകൊണ്ടും ഇവരുടെ മറ്റൊരു സങ്കേതവും മറ്റൊരു സ്ഥലത്തുണ്ട്. അവിടെയും ചില ദൈവികമായ വിഷയങ്ങളെയും ആചരിക്കപ്പെടേണ്ട പൂർവിക ബന്ധവും ഒരു ഭാഗത്ത് പറയേണ്ടതുണ്ടല്ലോ. 9-ാം ഭാവാദിയും ദുസ്ഥനല്ലേ.
ഇവിടെയുണ്ട് പൂർവോപാസിത ദേവഗോപം അശുഭം ജായാതനൂജാവതം ദൗഷ്കൃത്യം സ ഗുരോഹോ പിതുശ്ചേധനം ദൈന്യം ശുഭേ ദുർബലേന്നല്ലേ. 9ാം ഭാവാദിന് അനിശ്വസനായി വന്നാൽ പൂർവോപാസ ദേവഗോപം അശുഭം. പൂർവ്വകാലഘട്ടത്തിൽ ചില ദേവന്മാരെ ഉപാസിക്കപ്പെടുക. പൂർവോപാസ ദേവകോപം അശുഭം അങ്ങനെയുള്ളതായിട്ടുള്ള അവർക്ക് എന്തുണ്ടാവുക, പിന്നീട് അനാരാധ്യമായിരിക്കുക, ആരാധിക്കപ്പെടാതിരിക്കുക. അതുകൊണ്ടെന്നുണ്ടാവുക പൂർവോപാസ ദേവകോപം അശുഭം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദേവന്മാരുടെ കോപം ഹേതുകമായിട്ട് ജായാ തനൂജാപദം അല്ലേ, ജായ തനൂജന്മാർ. അപ്പം കുടുംബജീവിതത്തിലേക്ക്, പിന്നെ ദാമ്പത്യ വിഷയത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, സന്താന വിഷയത്തിലേക്കൊക്കെ എന്തുണ്ടാവുക, ചില ആപത്തുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവുക. ദൗഷ്കൃത്യം സ ഗുരോഹോ, ഇതിനൊക്കെ സേവിക്കപ്പെട്ടതായിട്ടുള്ള പൂജിക്കപ്പെട്ടതായിട്ടുള്ള ആൾക്കും എന്തോ ചില പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൗഷ്കൃത്യം സ ഗുരോഹോ പിതുശ്ച നിധനം അല്ലേ, ചില ദുർമരണങ്ങൾ, പ്രായമെത്താത്ത മരണങ്ങൾ, ഇങ്ങനെ ഉണ്ടാവുന്ന വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടവരിൽ ഉണ്ടായിത്തീരാ. പിതുശ്ചനം ദൈന്യം ശുഭേ ദുർബലേ എന്നല്ലേ. അതാണ് 9ാം ഭാവാധിപന്റെ ദൗർബല്യം കൊണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്ഷേത്രേശന്മാരുമായി ഇതിൻ്റെ വിഭാഗക്കാരെ തറവാട്ടുകാരിലോ ചില ദുർമരണങ്ങൾ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ദേവൻ്റേതായിട്ടുള്ള ദുരിതമോ ദുസ്ഥിതിയോ കണ്ടാൽ ഇനിയും ചില ആപത്തുകൾ ഭാവിയിലേക്കില്ലേ ഉണ്ടാവേണ്ടതായിട്ടുള്ള ലക്ഷണം കൂടി കാണിച്ചില്ല. ഉദയരാശിയിൽ നിന്നും ശശിന്നരി വിനാശകേ പാപേക്ഷിതേ എന്നുള്ളതായിട്ടുള്ളൊരവസ്ഥ. അഥവാ ആരൂഢേശേ ബലരുതേ രന്ധ്രഭേ വീര്യയുക്തേ തസ്മിൻ കാലേ വിപത്ത്, അതിതരാം വിപത്ത് എന്നല്ലേ. അപ്പോൾ ഈ പ്രശ്നം തന്നെ ഭംഗിയായി മുന്നോട്ട് പോവാൻ തന്നെ ചില തടസ്സങ്ങളുണ്ട് എന്നാ. ഈ പ്രശ്നം തന്നെ ഇവിടെ എന്തോ ദൈവാധീനം കൊണ്ട് നടന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതും മുടങ്ങേണ്ടതാ. അതിതരാം വിപത്ത് ജായതേ പൃച്ഛകസ്യ, അതിതരമായ ചില ആപത്തുകൾ ആസന്നമായിട്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു കാലഘട്ടം. ആരൂഢേശേ വെറുതെ രന്ധ്രഭേവീരിയുക്ത അല്ലേ. അപ്പം ആരൂഢപതിയുടെ അഷ്ടമാധിപൻ അല്ലെ, ആരൂഢേശേ ബലവതേ രന്ധ്രഭേ, ആരൂഢപതി ഇനി നീചത്തിലേക്ക് പോവല്ലേ. അപ്പം ആ നീചം കഴിഞ്ഞതായിട്ടുള്ള കാലഘട്ടം വരെ പ്രത്യേകിച്ചും ദോഷമുള്ള സമയമാണല്ലോ. അപ്പം ചൊവ്വ കർക്കടരാശിയിൽ നിന്ന് പോണെങ്കിൽ കുറച്ച് കാലമുണ്ട് അല്ലേ. 12ാം തീയതി ചിങ്ങത്തിലേക്ക് മാറി. 12ാം മാസം മെയ് മാസം വരെ ഉണ്ട്. ഈ അതെ അല്ല, ഈ കൊല്ലാണ് മെയ് മാസം. ഇന്നിപ്പം സെപ്റ്റംബർ അല്ലേ. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 8 മാസം, 9 മാസം വരെ ഉണ്ടാവും. ഇതിൽ 8 മാസമല്ല, ഒരു ഭാഗത്ത് പറഞ്ഞത് ശശിന്നരി വിനാശകേ സമാഷ്ടകം. അപ്പോൾ അവിടെയും 8 മാസം തന്നെയാണ്. നമ്മുടെ ഈ ആരുടേശേ വിലയതേ രന്ധ്രഭേ വീതിയുക്തേ തസ്മിൻ കാലേ വിപത്ത്. അവർ ഇടവമാസം വരെ കുടുംബത്തിലോ ബന്ധപ്പെട്ടവരിലേക്കോ ചില ആപത്തുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ പ്രശ്നം വരെ നിശ്ചയിച്ചാലും എന്തോ മുടങ്ങേണ്ടതായിരുന്നു. ഇതിൻ്റെ ചിന്തനയ്ക്കും ചില മുടക്കങ്ങളുണ്ട് എന്നാ. പ്രശ്നം തന്നെ ഇതിൽ ബന്ധപ്പെട്ടവർക്ക് തന്നെ ബന്ധപ്പെടാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത തിങ്കളാഴ്ച വരെ അല്ലേ, ഇന്ന് തിങ്കളാഴ്ച അല്ലേ, ഈ ചന്ദ്രൻ്റെ നീചാവകാശി ആരൂഢമായിട്ട് അഷ്ടമത്തിൽ ചന്ദ്രനാണ്. അപ്പോൾ വരുന്ന തിങ്കളാഴ്ച വരെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലും ചില പ്രയാസങ്ങൾ അനുഭവിക്കുക. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെതായിട്ടുള്ള ചിന്തന, ഇന്നിപ്പോൾ നമ്മൾ പ്രശ്നം വെച്ചു, ഇതിൻ്റെ ചിന്തനയ്ക്ക് യാതൊരു മുടക്കങ്ങളും തടസ്സങ്ങളും കൂടാതിരിക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം ഇവിടെ വിളക്ക് വെച്ച് ദേവസ്ഥാനത്ത് എല്ലാവരും കൂടിയിട്ട് ഒരു കൂട്ടായിട്ട് നാമം ജപിച്ച് പ്രാർത്ഥിക്കുക. നാളെ രാവിലെയും എന്ത് ചെയ്യുക, പ്രശ്നം തുടങ്ങുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, ഒന്ന് എല്ലാവരും ചേർന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കുക. കാരണം ഈ ദേവൻ്റേതായിട്ടുള്ള ദുരിതങ്ങൾ, അതാണ് പൂർവോപാസ ദേവകോപം അശുഭം. ഇപ്പോൾ പൂർവികന്മാരാൽ ഉപാസിക്കപ്പെട്ട ചില ദേവതമാരുണ്ട് ഇവിടെ. അവരൊക്കെ എന്തായി പോവാണ്, ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ്. അപ്പം ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലാണ്. അവരുടെ കോപം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഉണ്ട്. അപ്പം അത് ആദ്യം നമ്മളെ ശമിപ്പിക്കണമെങ്കിൽ എന്ത് വേണം, അവരെ പ്രാർത്ഥിക്കണം. എന്നാലേ അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോവുള്ളൂ. അതിൻ്റെ ലക്ഷണമായിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആർക്കും എന്തോ ചില ബുദ്ധിമുട്ട് വരേണ്ടതായിരുന്നു എന്നല്ലേ.
അഷ്ടമത്തിൽ ചന്ദ്രനാണ് അല്ലേ? ചൊവ്വയുണ്ട്. തിങ്കളാഴ്ച പ്രശ്നമായി ചന്ദ്രന്റെ നീതരാശി ആരൂഢം വന്നത് ഒരു ദോഷമാണ്. അതെ. ചേരാശ വംശകേവ സ്ഥിതോയോ വാരേമുഷി ആരൂഢരാശിസ്തുച്ച യദ്യാരോഗ്യം ദീർഘമായുസ്യവാച്യം പ്രഷ്ടുർമുക്തർ വൈപരീത്യത്തെ മുഷ്മാൽമൃത്യു എന്നല്ലോ. അപ്പം അങ്ങനെയുള്ളതായ ചില മുക്തിദോഷങ്ങളും ആപത്തുകളും അനുഭവിക്കുന്ന ഒരു അവസ്ഥയെ കാണിച്ചതാണല്ലോ. അതെ. തിങ്കളാഴ്ച പ്രശ്നവും ചന്ദ്രന്റെ നീതരാശി ആരൂഢവും. അപ്പോൾ അതിനാണ് നമ്മൾ അടിയന്തരമായിട്ട് ഒരു സ്റ്റേ വാങ്ങിക്കുക എന്നും. ഇന്ന് തന്നെ വൈകുന്നേരം എന്ത് ചെയ്യുക, ഇവിടെ ദേവസ്ഥാനത്ത് ചില ആപത്തുകൾ മൃത്യുദോഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞതല്ല, ഭാവിയിലേക്ക് ഗൗരവമായിട്ടുണ്ട്. അത് വരാതിരിക്കാൻ നമ്മളിവിടെ സേവിക്കണമെന്നും അതിന് ചില ലക്ഷണമായിട്ട് ഭാവിയിലേക്ക് ഒരു ദോഷം കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് എന്തോ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക, അല്ല ആർക്കും വീഴ്ച പറ്റി ചെറിയൊരു മുറി പറ്റി എന്തോ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്നാ. യഥോമുഖരാശി ആരൂഢം വന്നതുകൊണ്ട് വാഹനത്തിൽ നിന്ന് ആപത്തുണ്ടാവണം. അതെ, സ്കിഡാവുകയോ വാഹനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യാം. ആരിഷ്ടമേ പദഭ്രംശോ മാന്തിയുക്ത സ്ഥിതിയിൽ ക്ഷതിയെന്നല്ലേ പദഭ്രംശം. ചെറിയ മുറി പറ്റി കാലിനോ കൈനോ പറ്റുക, അല്ലെങ്കിൽ പെട്ടെന്ന് ആർക്കും വീഴ്ച സംഭവിക്കുക. ഇന്ന് തന്നെ ഉണ്ടായിട്ടോ നോക്കണം, ആർക്കും ചെറുതായിട്ട് പൊള്ളൽ ഏൽക്കുന്നുണ്ടോ നോക്കണം. ചൊവ്വാശിനികളുടെ അതെ. അത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വാഹനത്തിന് എന്തെങ്കിലും പറ്റുക, അല്ലെങ്കിൽ ഇതായി പോവുക, അങ്ങനെ എന്തോ ഒരു പരിഭ്രമിക്കേണ്ട എന്തോ ഒരു പ്രയാസപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അറിയാതെ എന്താണ് എന്തേ ഉണ്ടായത്? എന്താണ് ഉണ്ടായില്ലേ? കൂടെ പോയിരുന്നു അല്ല? അയാൾക്കും പറ്റി. അയാളുണ്ടായിരുന്നോ കൂടെ? അതെ. എന്നാ പയ്യ അടുത്ത ഒരാഴ്ചക്കുള്ളിലാ? അതാണ് ഈ ആഴ്ചൻ്റെ ഉള്ളിൽ. പിന്നെ അങ്ങനെ ആർക്കോ വേറെ ഉണ്ടായില്ല. ഇല്ല, മകീരം ചിത്ര വിട്ടക്കാരിലൊന്നും അങ്ങനെ ഉണ്ടായില്ലല്ലോ. അതല്ല അല്ല, ഇതിപ്പോൾ എന്താണെങ്കിലും പൊതുവേ ഭാവിയിലേക്കൊരു ദോഷമുണ്ട് എന്നുള്ളതിന് സൂചനയാണ്. അതായത് അതെ, പൊതുവെ ഒരു ദൈവാധീനം പൊതുവേ ഉണ്ടല്ലോ. പിന്നെ കുട്ടികളിലും അങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ടാവുക. ഇന്നും ആർക്കോ ചെറുതായിട്ടൊരു പൊള്ളലേൽക്കേണ്ട വിഷയം ഉണ്ടല്ലോ, ചെറുതായിട്ട് മുറിവെറ്റ. അതാണ് കുട്ടികൾക്ക്. അതെ. എവിടുന്ന് വീണത്? അത് ഓരോ ദുർനിമിത്തങ്ങളായിട്ട് ഇനിയും ഉണ്ട്. അതൊക്കെ എന്താ വെച്ചെങ്കിൽ ഭാവിയിലേക്ക് നാളെന്താ കുട്ടിയുടെ അതെയാ. അപ്പം ഭാവിയിലേക്ക് ഒരു ഗൗരവമായ ദോഷമുണ്ടെന്നും ഇടവമാസം വരെ, അതൊക്കെ എന്താ പറയാനുള്ള കാരണം വെച്ചെങ്കിൽ ഈ പ്രശ്നത്തിൽ വരെ പങ്കെടുക്കാൻ പറ്റാതിരിക്കല, പ്രശ്നം തന്നെ മുടങ്ങിപ്പോണ്ടൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ എന്തോ നേരത്തെ പറഞ്ഞ പോലെ ആറാടത്തിൽ 3-ൽ നിന്നൊരു ദൈവാധീനം ഉള്ളത് കൊണ്ട് എന്തോ ഒരു ശക്തി, എന്തോ ഒരു ഗുരുകാരൻ നമ്മുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണെന്ത് ഈ പ്രശ്നം വരെ ഇവിടെ നടന്നത്. ഇല്ലെങ്കിൽ എന്തായിപ്പോൾ ഇത് മുടങ്ങും. നേരത്തെ പറഞ്ഞാൽ ഇയാൾ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു അപകടം വരികയാണെങ്കിൽ കുടുങ്ങിയില്ല, വരാതിരിക്കട്ടെ, വരൂല, എന്നാലും ഒരു മുടങ്ങേണ്ടതായിരുന്നെന്നും ഇതും ഇനിയും നമ്മൾ ഇതിന് വേണ്ടത്ര ഗൗരവമല്ല, ഇവിടെയൊന്നുമില്ല എന്നുള്ളൊരു സ്വഭാവത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലോ ഇതാ ആസന്നമായിട്ട് ചില ദോഷങ്ങളുടെ സൂചനയാണ് എന്നാണെന്ത് ഇതുകൊണ്ട് പറയേണ്ടത്. മൃത്യുപുഷ്ടർ അല്ലേ, പെട്ടെന്നുണ്ടാവുന്ന ചില മരണങ്ങൾ. ഈ ചൊവ്വാഗുളികന്മാരൊക്കെ ഒരുമിച്ച് ആരുടത്തിലുണ്ടല്ലോ, പ്രത്യേകിച്ച് സന്താനഭാവത്തിലായതുകൊണ്ട് ഈ മൂത്ത ആൾക്കാർ നിലനിൽക്കുക, ഇളം തലമുറയിൽ ചില ദോഷങ്ങളൊക്കെ വരണം കൂടി ശ്രദ്ധിക്കണം ഇവിടെ.
5-ാം ഭാവത്തിലാണ് ചൊവ്വാകൾ. 5-ാം ഭാവം എന്നുള്ള സന്താന പരമ്പര. അപ്പം ഇളം തലമുറയിൽ എന്താ ഇളം കൊലയിൽ കൈവയ്ക്കുക എന്നൊക്കെ പറയില്ലേ. മൃഗമത്സ്യകതയെ ജീവേ പുത്രസ്ഥേ പുത്രശോകഭാഗ് ഭവതി. ഉണ്ടാവുക താമ്പൂലാടും പ്രതി അതുണ്ടേനും. ചില ദോഷങ്ങളെ കുടുംബത്തിൽ അനുഭവിക്കുക എന്നും ഈ ചൊവ്വാകുലന്മാരുടെ യോഗങ്ങളെ കൊണ്ടത് ആ ഭൂപുത്രേ കലഹോഭവൽ പരിസരേ ശ്വർദീപിനിർണായകേർ അന്യോന്യം ശവോപനയനം യദ്വാദ മാംസാഗമാന്നല്ലേ. അപ്പം ഭൂപുത്രേ കലഹോഭവൽ പരിസരേ. അപ്പം ഇതിൽ തമ്മിൽ എന്തുണ്ടാവുക? യോജിപ്പ് കുറയുക. കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തുണ്ടാവുക? പരസ്പരം യോജിപ്പ്, കലഹങ്ങൾ ഉണ്ടായിത്തീരുക. ഇതിൻ്റെ കാര്യത്തിലേക്ക് പറഞ്ഞാൽ എല്ലാവരും ഒരു പിന്നോട്ടടിയാണ്. ഈശ്വരദേവിന് നിസ്സാരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ കലഹങ്ങൾ ഉണ്ടാവുക എന്നല്ലേ. അന്യോന്യമിതിവാ ശവോപനയനം, ശവം ഉപനയനം ചെയ്യുക. പുറത്ത് വെച്ച് മരണം സംഭവിച്ച് ശവം കൊണ്ടുവരേണ്ട അവസ്ഥ വരിക. അഥവാ യദ്വാദ മാംസാഗമാന്നല്ലേ. അങ്ങനെ ഉണ്ടാകുന്ന ദുർമരണങ്ങൾ അഥവാ പോസ്റ്റ്മോർട്ടം മുതലായിട്ടുള്ള മരണങ്ങൾ, ദുഃഖകരമായിട്ടുള്ള ആപത്തുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുടുംബത്തിൽ അടിക്കടി സംഭവിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില ദുരിതങ്ങൾ കാണിച്ച പ്രശ്നമാണ്. അപ്പോൾ ഭാവിയിലേക്ക് അത്തരം ദുരിതങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശക്തിമത്തായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ള അല്ലേ ഒരു സൂചനയും കൂടി ആയിരിക്കുമല്ലോ അത്. ഈ വ്യാഴത്തിന് ഗുളികന്റെ യോഗം വന്നതുകൊണ്ട്, ജലരാശിസ്ഥിതിയും വന്നതുകൊണ്ട് സമീപത്തിൽ വൃക്ഷത്തിന് പൊട്ടി വീഴുകയോ അല്ലെങ്കിൽ പൊരിഞ്ഞു വീഴുകയോ ചെയ്തതിന് ശേഷം കുടുംബത്തിൽ വല്ല മരണങ്ങളോ പല കുളിക്കേണ്ട അവസ്ഥകളോ ഉണ്ടായിത്തീരാന്നുള്ളത് ഒരു ആപത്തിന്റെ സൂചനയായിട്ടേ ഒരു മരം ഒടിഞ്ഞു വീഴേ, കൊമ്പ് പൊട്ടി വീഴേ വേണ്ടതായിട്ടുള്ള ലക്ഷണമുണ്ടല്ലോ. ജീവേ ഭൂമിരഹ പതേത്, ഒരു ഭൂമിരഹം പതിക്കുക, വൃക്ഷം വീഴ. ഇതിചരേ ഭഗ്നം സമൂലം സ്ഥിരേ മധ്യദ്വപയേ തതിയവിടെ ബാൽ ജഷേവാ ഹയേ. ജഷരാശിയിലോ ഹയരാശിയിലോ വരണം. ഒന്നുകിൽ വടക്ക് കിഴക്ക് ഭാഗത്തോ അല്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഉണ്ടാവുക. ആയാനം വിമനോ ദിജിസ്ഥിതുവ യദ്വാദ പക്വാഗമോ യദ്വാപത്ത്. ഇങ്ങനെ വന്നാൽ എന്താ? നിങ്ങൾക്ക് ഇത് ആപത്ത് വരാൻ പോകുന്നു. ഇജപൂർവഹേതുരഥവായേഷാം ശേഷക്രിയ. അങ്ങനെ വന്നാൽ എന്താ? പല കൊള്ളേണ്ടി വരുന്ന. അപ്പം ചില ദുർനിമിത്തങ്ങൾ ഉണ്ടാവുക. അതിൻ്റെ ലക്ഷണമായിട്ട് ഒരു വൃക്ഷം ഉരിഞ്ഞു വീഴുകയോ കൊമ്പ് പൊട്ടി വീഴുകയോ ചെയ്തിട്ടുണ്ട് എന്നാ. നിങ്ങൾ വടക്ക് പടിഞ്ഞാറാവാം, അല്ല വടക്കിനെ ആശ്രയിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയാ ഉണ്ടായത് അറിയോ? ആ ആ ആ കോണ് ഭാഗത്താ ആയിട്ട്. ആ എത്ര കാലമായി ഇപ്പം അത്? ആ അതല്ലേ. അപ്പം അതൊക്കെ നമുക്ക് പ്രശ്നം വെക്കാറായി. ഭാവിയിലേക്ക് ഒരു ദോഷം ഉണ്ടെന്ന സൂചന അതൊക്കെ. അപ്പം അതിനൊക്കെ വേണ്ടി നമ്മളെന്ത് ചെയ്യണം? ഈ ചില ദേവന്മാരെയൊക്കെ ആരാധിക്കുന്ന സ്ഥലമാണെന്നല്ലേ ഇത്. വൃശ്ചികരാശി ആയതുകൊണ്ട് അല്ലേ. 4-ാം ഭാവപതിയായ ഗ്രഹം ശനി തന്നെയാണ്. 4-ാം ഭാവം ചതുർത്ഥനാഥസ്വ ദേവതം യസ്യാനുരൂപം ഖലു ധർമ്മദേവം തൽപ്രീതിയിൽ ക്രിയതേ സ്മ പൂർവൈഹി പൂജാധികം തത്വവിധേയമത്ര എന്നല്ലേ. അപ്പം ചില ധർമ്മദേവസ്ഥാനപതിയായ ഗ്രഹം ശനിയാണ് അല്ലേ. അപ്പം ധർമ്മദേവങ്ങളെ ആചരിക്കപ്പെടേണ്ട ആൾക്കാരാണല്ലോ നിങ്ങൾ അല്ലേ. അതിൽ ശനിക്കൊരു പ്രാധാന്യം കൂടി പറയണം. ശനിയെ കൊണ്ട് എന്താ? ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ വെട്ടക്കരൻ അഥാന്നല്ലേ. ശനിയെ കൊണ്ട് അയ്യപ്പൻ, ശാസ്താവ്, വെട്ടക്കരൻ എന്നൊക്കെ പറയേണ്ടതായിട്ടുള്ള ദേവന്മാർ അല്ലേ. ആ ശനി പോയിട്ട് കന്നിരാശിയിൽ വന്നാൽ എന്താ? ബൗദ്ധേ കാനദേവത എന്നല്ലേ. അപ്പൊ കാനദേവത എന്ന് പറയുമ്പോൾ കാടുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു ദേവത എന്ന് പറയുമ്പോൾ ശാസ്ത്ര സാന്നിധ്യല്ലേ അത് അല്ലേ. ആ എന്തേ പറഞ്ഞു? അല്ല ആ ആ ഭാവം കൊണ്ട് ധർമ്മദേവസ്ഥാനപതിയായ ഗ്രഹം ശനിയാണ്. ആ ശനി ആരുടത്തിന്റെ അഷ്ടമാധിപനായ ബുധനോട് കൂടിയിട്ടല്ല നിൽക്കുന്നത്.
ഒരു കാലഘട്ടത്തിൽ ബൗദ്ധേ കാനദേവത മലദേവതയായിട്ട് ബന്ധപ്പെട്ട അഥവാ ഒരു ശനി തന്നെയാണോ ശരിക്ക് അല്ലേ? ദേവാലയ അഷ്ടദ്വീപ മന്ദിരാബ്ദി ക്ഷേത്രേഷു വാസോ വനിതാഗ്രഹസ്യ ഒരു ദേവാലയ സ്വഭാവത്തിൽ ആരാധിക്കപ്പെട്ടതായിട്ടുള്ള ശനിയാണുള്ളത്. അഥവാ മറ്റൊരു ദേവാലയത്തിൽ ആരാധിക്കപ്പെട്ട ദേവതയെ ഇവിടെ തന്നെ ആരാധിക്കാനിട വരികയെന്നല്ലേ? അത് ഈ ബുധനോട് കൂടിയിട്ട് പിന്നെ ബുധക്ഷേത്രത്തിൽ വന്നതുകൊണ്ട് ഈ സ്വാലയെ സംസ്ഥാപ്യ അന്വഹ അർച്ചിതുത്തമജനൈഹി ബാധാകരീ ദേവത 4ാം ഭാവം കുംഭരാശി ആയതുകൊണ്ട് ഒരു കുംഭേ മാനുഷഗേഹം ചാ കിഞ്ചിൽ കാനനമേവ ചാനും. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വീടുമായിട്ടും ഈ ദേവതയ്ക്ക് എന്തോ ഒരു ബന്ധവും വീട്ടിൽ വെച്ചിട്ട് ഒരു കാലഘട്ടത്തിൽ എന്തോ ഒരു ആരാധന നടത്തുകയൊക്കെ ചെയ്തതായിട്ടുള്ള വിഷയവും കൂടിയും ഈ ധർമ്മദേവത്വനെ പറയണം ഇവിടെ ആരാധിക്കുന്നത്. യഥാർത്ഥത്തിൽ 9ാം ഭാവാധിപനായ ചൊവ്വ ചന്ദ്രൻ ദുസ്ഥനായതുകൊണ്ട് യഥാർത്ഥമായൊരു തറവാടും സങ്കേതവും നിങ്ങൾക്ക് മറ്റു സ്ഥലത്തുണ്ട് എന്ന് പറയണം. നിങ്ങൾ യഥാർത്ഥ സ്ഥലം ഇതല്ലാന്നും മറ്റു സ്ഥലം കൂടിയുണ്ട്, അവിടെയും കൂടിയും ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയും ചില ധർമ്മദേവങ്ങളോ ഒരു കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട ആൾക്കാരാണ് ഇന്നും സൂചന ഉണ്ട് എന്നാ. ഇവിടെ ആരാധിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു അല്ലേ ഒരു വീട്ടിൽ എന്തോ ഒരു ആചരണമോ കാര്യങ്ങളോ നടത്തിയതായിട്ടുള്ള ലക്ഷണം കൂടി പ്രായണ പറയേണ്ടതുണ്ട്. അതിലൊരു ശനിയാണ്. ശനിയെ കൊണ്ട് എന്താ? ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ എന്നല്ലേ? അപ്പം ഒരു വീടും ഒരു വീട്ടിലൊരു പലകയോ ഒരു വീടമോ ഒരു മുറിയിലോ എന്തോ ഒരു ആരാധന ആദ്യകാലത്ത് തുടങ്ങുക, പിന്നീട് ഒരു പുറത്തേക്ക് ഒരു സങ്കേതമോ കാര്യങ്ങളോ ഉണ്ടാക്കി ആരാധിക്കേണ്ട വന്നു. അതായിട്ടുള്ള ലക്ഷണം ഈ ബുധക്ഷേത്രം ആരൂഢമായതുകൊണ്ട് കുംഭേ മാനുഷഗേഹംശ കിഞ്ചിൽ കാനനം എന്നല്ലേ? ഒരു കാടുമായിട്ടുള്ള സ്ഥലമാണ്, ഒരു കാവ് സ്വഭാവം ഉള്ള സ്ഥലം ഈ ഇവിടെ ഉണ്ടായിരുന്നു. 10ൽ സൂര്യൻ ദിഗ്ബലവാനായതുകൊണ്ട് അല്ലേ? ഈ വൃശ്ചിക രാശി ആയതുകൊണ്ട് കർക്കിടം വൃശ്ചികം മീനം മകരം ജലരാശികൾ എന്നല്ലേ? ഒരു ജലാശയവും ഈ ശുക്രൻ ഉച്ചസ്ഥനായതുകൊണ്ട് ഈ വടക്ക് ഭാഗത്ത് മറ്റേതോ സ്ഥലത്ത് വിശിഷ്ടമായിട്ട് ജലാശയവും ഏത് കാലത്ത് പറ്റാത്തൊരു വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണെന്നാ. ഈ സാധനങ്ങളൊക്കെ ആദ്യങ്ങൾ കൊണ്ടുവച്ചത് എവിടെയാ കൊണ്ടുവച്ച്? ഒരു മേശപ്പുറത്താ. അപ്പോൾ ഒരു ഉയർന്ന സങ്കേതം, ഒരു കുന്ന് മല എന്നൊക്കെ പറയാം. അവിടെ ഒരു ഇല്ലേ ശുക്രനല്ലേ? ആ ശുക്രൻ ഉച്ചസ്ഥനായത് വന്നതുകൊണ്ട് ഒരു പിന്നെ ശശി ശംഖതോയം കുജാർക്കോ തദൽപ്പം, ഒരു കാലത്തും വെള്ളം പറ്റാത്ത വെള്ളമോ അല്ലെങ്കിൽ ഒരു ചോലയോ ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള സങ്കേതം. പിന്നെ വടക്ക് ഭാഗത്ത് അങ്ങനെ വല്ല സങ്കേതം ഉണ്ടോ നോക്കണം. അപ്പം അതും ഈ ദേവതയ്ക്കായിട്ടൊരു ബന്ധമുണ്ട്. നിങ്ങൾ സാധനമൊക്കെ ആദ്യം ഒരുക്കി വെച്ച എവിടെയാ? അല്ല, നിങ്ങൾ ഇന്ന് രാവിലെ കൊണ്ടുവച്ച എവിടെയാ? ആദ്യം മേശേൻ്റെ മുകളിലാ, ഉയരത്തിലാണ് കൊണ്ടുവച്ച്. അവിടെ നിന്നാണല്ലോ വിളക്ക് വരെ അവിടെയാണ് കത്തിച്ച് വെച്ച്. അപ്പോൾ ഈ പ്രദേശവും അഥവാ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് എന്താ? അത് ഉയർന്ന സങ്കേതം അല്ലെ? ഈ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കാൻ കൊണ്ടുവച്ചപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടുന്നാണ് കൊണ്ടുവന്നത് അറിയില്ല, കൊണ്ടുവച്ചത് എവിടെയാ? അതിനെ സ്മരിച്ചിട്ട് ഇവിടുത്തെ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ? ദേവാലയ സ്ഥാനത്തിൽ ബലവാനാഗ്രഹം സൂര്യനായതുകൊണ്ട് ശിവനുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള സങ്കേതം. അത് ദേവാലയ സ്ഥാനത്തിൽ നിൽക്കുന്ന സൂര്യനല്ലേ? അർക്കശംഭു എന്നല്ലേ? ഒരു ശിവൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യത, ശിവൻ്റേതായിട്ടുള്ള ഒരു ബന്ധം, ഒരു മലദേവതാ ബന്ധം, ഇതൊക്കെ ഈ ഭൂമിയുമായിട്ടും അതിൻ്റെ പൗരാണികത്തിലുണ്ട്. സിംഹസ്ഥോ ദേവദാസായ പൂജ്യതേ നിത്യമാത്മനാന്നല്ലേ? നിത്യമാത്മന. അപ്പം ആ ദേവതമാരെ നമ്മൾ സ്മരിച്ചാൽ മാത്രമേ ഇവിടുത്തെ കാര്യങ്ങളും കൂടി നമുക്ക് എന്താവുള്ളൂ, മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ ആ സൂര്യനെയും ദിക്ബലം വരുമ്പോൾ അവിടേക്ക് നയിക്കപ്പെടല്ലേ? അല്ലേ? ആശാബല സമുപേതോ നൈരസ്വദിശം നഭശര പുരുഷം നീത്വാ വസ്ത്രഭൂഷണ വാഹന സൗഖ്യാനന്ദം ഗുരു. ആ സൂര്യ അനുഷ്ഠിച്ച ധനുരാശിയിലല്ലേ? ഈ ഭാഗത്ത് വടക്ക് പടിഞ്ഞാറോ ഭാഗം അല്ല, അതിൻ്റെ ഒരു ആസ്ഥാനം ഇരിക്കുന്നത് മറ്റു സ്ഥലത്തുവാന്ന് പറയേണ്ടി വരും. വ്യാക്ഷത്തിൽ അംശിച്ച സുരാവാസക എന്നല്ലേ? ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശിവക്ഷേത്രം പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറോ ഭാഗം വേണം. അതുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു സങ്കേതം എവിടെയാ? വേണ്ടൂര്. അത് ഇവിടെ തന്നെയാ? അത് കുറേ അപ്പുറത്തല്ലേ? അല്ല, അത് കുറേ അങ്ങോട്ടല്ലേ?
അതല്ലേ? ആ ഇപ്പം ഈ ഭൂമിയായി ചിന്തിക്കുമ്പോഴും ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു സങ്കേതത്തെ ചിന്തിക്കണമെന്നുണ്ട്. അവിടെയും ചില ദേവസാന്നിധ്യങ്ങളുടെ ബന്ധം എവിടെയുണ്ട്? അതാണെങ്കിൽ സാധനങ്ങളൊക്കെ വിളക്ക് വരെ ഞങ്ങൾ കത്തിക്കാൻ അല്ലേ തിരികെ ഇട്ടത് ഇവിടുന്ന്. ഇവിടെയുള്ള ദേവന്മാരെ ചിന്തിക്കുമ്പോഴും ഈ ഭൂമിപരമായിട്ടൊരു സങ്കേതം, അതിൻ്റെ പ്രാധാന്യത നമ്മൾ വിസ്മരിച്ചുകൂടാ എന്ന് കാണുന്നുണ്ട്. രാഹുവിൻ്റെ അംശമല്ലേ, രാഹു സർപ്പഗണ സ്മൃത. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് തന്നെ ചില നാഗബന്ധങ്ങളും നാഗസാന്നിധ്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുംഭേ മാനുഷഗേഹം ച, ഇവിടെ തന്നെ ആരാധിക്കുന്നതിന് മുന്നേ ഒരു ദേവ ആലയത്തിൽ, സ്വാലയത്തിൽ, ഒരു വീട്ടിൽ വെച്ച് ഒരു വിളക്കോ പീഠമോ വെച്ച് ഒരു പലകയോ വെച്ചിട്ടായിരുന്നു ഈ ദേവൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ചൈതന്യത്തിൻ്റെതായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നുണ്ട്. അത് ചരിത്രസ്ഥാനം കൂടിയല്ലേ ആര്? ഈ കന്നിരാശി. ഈ കന്നിരാശി ചരിത്രസ്ഥാനമായിട്ട് അതിൻ്റെ അധിപനോട് കൂടി ചേർന്നില്ലേ? ഒരു മായാവടുത്വം ഉണ്ടല്ലോ അല്ലേ? മായാവടുത്വം ഉല്ലംഘകത്വം അല്ലേ? ഒരു കാലഘട്ടത്തിൽ ഇവിടെ തന്നെ ഗംഭീരമായിട്ട് ആചരണങ്ങളൊക്കെ നടന്നിട്ട് പിന്നീട് ഒരു മായാവടുത്വം അല്ലേ? എന്തോ ചില പരസ്പരം ഉണ്ടാകുന്ന എന്തോ ചില വിഷയങ്ങളൊക്കെ ആയിട്ട് അത് ഇല്ലാതായി എന്നാണല്ലോ പറയേണ്ടത്. ഭാവാദി ഉച്ചസ്ഥനായ നാലാം ഭാവാദിമല്ലേ? പിന്നെ ചരിത്രസ്ഥാനപതിയായ ബുധനോട് കൂടി ഉച്ചസ്ഥനായിട്ട് സ്വക്ഷതത്തിലല്ലേ? ഇപ്പം എല്ലാവിധ കാര്യങ്ങളോടും കൂടി ഒരു കാലഘട്ടത്തിൽ ഗംഭീരമായി ആരാധിക്കപ്പെടുകയും ഒരു ഈ സമ്പദേ ഗുരുസംയോഗാൽ ശനിയോഗോ വിപത്തയെന്നല്ലേ? ഒരു വിപത്ത്, എന്തോ ഒരു ആപത്തിന് ശേഷം ഇത് ഇല്ലാതെയെന്ന് പറയണല്ലോ. എന്തോ ഒരു ആപത്ത്, എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു ഇതുണ്ടായിട്ട് ഇത് വേണ്ടാന്ന് വെക്കുകയെ, ഇതെന്തോ ഒരു അങ്ങനെ ഒരു ഒരു ആപത്തുണ്ടായി അന്ന് കാണുന്നുണ്ട്. അത് സ്വാഭാവിക മരണം അല്ലാതെ ഒരു ആപത്തല്ലേ, പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങൾ അഥവാ ദുർമരണങ്ങൾ, അങ്ങനെ എന്തോ ഒരു വിഷയം. അതൊരു സമ്പദേ ഗുരുസംയോഗാൽ ശനിയോഗോ വിപത്തയെ, എന്തോ ഒരു വിപത്ത്, ഒരു ആപത്തുണ്ടാവുകയും ആ ആപത്തിനെ തുടർന്നത് അത് അഷ്ടമാധിപനല്ലേ? അപ്പോൾ അത് ഒരു നാശത്തിന് ഇതിൻ്റെതായിട്ടുള്ള ദുസ്ഥിതിക്ക് കാരണമാവുകയും ചെയ്തു എന്നാണ്. ശരിയാ അല്ല? വൃശ്ചികരാശി തന്നെയാണല്ലോ ആരൂഢം. നദ്യാദോപതനേന തോയഭവനേ മാന്തോ സഭാപാന്യേ എന്നല്ലേ? ആരൂഢേ മീനവേ പങ്കുസ്യാൽ പാപീക്ഷിതേ കൂപാദോ പതനം വാച്യം ആരൂഢേ അളിനിന്ദുഭേന്നല്ലേ? ഇപ്പൊ കൂപാദോ പതനം വാച്യം, കൂപാദികൾ പതിക്കാന്നല്ലേ? ഇപ്പൊ കിണറോ ജലാശയത്തിലൊക്കെ മരണം സംഭവിക്കുക. ഇനിയും അത്തരം വിഷയങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഉദയരാശി വൃശ്ചികായി, പൃഷ്ടാംഗം കർക്കിടകായില്ലേ ഒക്കെ ജലരാശിയിലെ പാപഗ്രഹങ്ങളുടെ ബന്ധ, അതൊക്കെ ഒരു ദോഷത്തിൻ്റെതായിട്ടുള്ള സൂചനയാണ്. അപ്പോൾ ഒരു ശനിയെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നൈമിത്തികമായിട്ട് ചുവന്ന പൂവാങ്ങൾ വേദിയിൽ ഒരുക്കിയത്, ചുവന്ന പൂവും മഞ്ഞപ്പൊടി 100 കൂടിയാണ്. അത് നമ്മളെ ചാർട്ടിൽ എഴുതിയില്ല. 100 അവിടെ 100 ഞങ്ങൾ മാറ്റിയല്ലേ? നിങ്ങളില്ലാന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊക്കെ നോട്ട് ചെയ്യും. ഒരു ചെറിയ പാത്രത്തിലാണ് 100, അതിൻ്റെ അടുത്ത് മഞ്ഞപ്പൊടി ഉണ്ട്, ഇപ്പുറത്ത് ചുവന്ന പൂവുണ്ട്. മഞ്ഞപ്പൊടി 100 കൂടി കൂട്ടെന്തിനാ? ഇപ്പോൾ ഒരു ഭഗവതിയുടേതായിട്ടുള്ള പ്രാധാന്യത ഇവിടെ നമ്മൾ വിസ്മരിച്ചു കൂടാ. നമ്മൾ ചുവന്ന പൂവോ അല്ലെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല. ഈ അഷ്ടമംഗല പ്രശ്നത്തിന് സാധാരണ തെച്ചി തുളസി വേണം പൂജയ്ക്ക്. ഈ പൂജയ്ക്ക് എന്ത് പാടില്ല? ദക്ഷിണാമൂർത്തി ശിവനെയാണ് പൂജിക്കുന്നത്. ദക്ഷിണാമൂർത്തി നമ്മൾ ശിവൻ്റെ ഏറ്റവും സാത്വികമായ ഭാവ. ഇപ്പോൾ നമ്മൾ തുമ്പ അവിടെ ഉള്ള കൊട്ടിയൂർ കണ്ടില്ലേ, തുമ്പമാല ശിവന് പ്രാധാന്യം. അതങ്ങനെയുള്ള പ്രത്യേക ശിവഭാവത്തിലുള്ള. ഇതിന് ചുവന്നതൊന്നും പാടില്ല ആചാര്യൻ, തുമ്പപ്പൂവേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ ചാർത്തിൽ എഴുതാത്ത ചുവന്ന തെച്ചി നിങ്ങൾ ഒരുക്കി. പോരാത്തതിനോ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയും 100 ഉണ്ട്. അപ്പം ഇവിടെ ഉള്ളതായിട്ടുള്ള ഈ ശനിയെ പോലെ തന്നെ ഒരു പ്രാധാന്യവും ഒരു ഭഗവതിക്കുണ്ട്. അപ്പം എൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആദ്യം ഭഗവതി കാണിച്ചില്ല. ചാംശകം ചെയ്ത ചന്ദ്രനാണല്ലോ. ചാംശകം ചെയ്ത ചന്ദ്രനാണ്. അപ്പം ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ വിസ്മരിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. 9ാം ഭാവപതിയായ ഗ്രഹം കൂടിയാണ് ഈ ചന്ദ്രൻ.
അപ്പൊ ഇങ്ങനെ പൂർവ്വ പരമ്പരയിൽ തന്നെ ഒരു ഭഗവതിയായിട്ട് ബന്ധമുള്ളവരാ. 9ാം ഭാവത്തിലുള്ള അല്ലേ, ഗുരുജന പരപുണ്യാൻ ഔഷധം ഭാഗ്യസിദ്ധിം നവമേ. അപ്പൊ ഗുരുജന പരപുണ്യ, നമ്മുടെ ഗുരുപരമ്പര അത് നമ്മുടെ പാരമ്പര്യത്തിലോ ഒരു കാലഘട്ടത്തില് ഉള്ളതാണ്. അവിടെ തന്നെ എന്തുണ്ട്, നമ്മുടെ പരമ്പരയിൽ തന്നെ ഒരു ദേവീ സാന്നിധ്യം ഉണ്ട്. ഇവിടെയും നമ്മൾ എന്ത് വേണം, ആ ദേവി എന്നെ ഇവിടെ ഒരു സ്ഥാനമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇവിടെ ഉള്ളത്. എന്തോ ഒരു കാലത്ത് ആരാധിച്ചിട്ടുണ്ട്. 9ാം ഭാവാദി 2 പലക അവിടെ ഞങ്ങൾ ചാത്തിൽ എഴുതാത്ത സാധനം രാശിപ്പലക. 2 പലക ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചു. പലക ആദ്യം കൊണ്ടുവച്ചതും അതാ അല്ലേ, പുല്ലായി 2 പലയും കൂടിയാ കൊണ്ടുവച്ച്. ഇപ്പൊ 2 പീഠങ്ങള്, അല്ലെങ്കിൽ ഇവിടെ ശനിക്കോ അയ്യപ്പന് പ്രാധാന്യവും ഒരു ഭഗവതിക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം വേണമെന്നല്ലേ, 2 അവിടെയാണ്, വേദിയിലാണ്. നമ്മൾ പലക പറഞ്ഞാൽ എന്താ, രാശിപ്പലകയാ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കൊണ്ടുവച്ചത് എന്താ അല്ലേ, ആദ്യം കൊണ്ടുവന്നത് 2 പലകയാ. ഇപ്പൊ 2 പീഠസ്ഥാനങ്ങൾ എന്തിനുണ്ട്, 2ന് ഇവിടെ പ്രാധാന്യമുണ്ട്. നമുക്ക് ചിന്തിക്കാനുള്ള എളുപ്പമാക്കിയതാ. മറ്റേ പ്രശ്നമൊക്കെ വെച്ചിങ്ങനെ കുറെ ചിന്തിച്ചുണ്ടാക്കണം. അതെന്താ, നിമിത്തത്തിൽ തന്നെ എന്തുണ്ട്, 2 പലക, എവിടെ ഇല്ലാത്തൊരു അനുഭവമാണ്. അതാ പറഞ്ഞത്, 2 ദേവതാ സങ്കല്പമാണ്. 2 പലക ഞങ്ങൾ കൊണ്ടുവച്ചത്. പുതിയ പലകയാ അല്ലേ, പുതിയ പലകയല്ലേ, ഇതിനായിട്ട് ഉണ്ടാക്കിയാൽ തോന്നിപ്പോ കണ്ടാൽ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് തോന്നിപ്പോ അല്ലേ. അതെ. ഇപ്പൊ 2 സ്ഥാനങ്ങൾ, 2 പീഠസ്ഥാനങ്ങൾ. പണ്ടും അതേപോലെ പീഠത്തിൽ ആരാധിച്ചതാ. അതൊക്കെ ഞങ്ങൾക്ക് വേഗം എളുപ്പം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ഇവിടുത്തെ ദേവന്മാര് പറയാം ഞങ്ങൾ വേഗം അല്ലേ. അതുകൊണ്ട് നമുക്ക് പ്രശ്നം 2-3 ദിവസം വേണ്ടിയില്ല ചിലപ്പോ. ഇപ്പൊ 2 പ്രാധാന്യമുണ്ടെന്നും ഒരു കാലഘട്ടത്തിൽ ദാരുവിന്റെ പീഠത്തിൽ, ദാരു പറഞ്ഞാൽ എന്താ, മരത്തിന്റെ പീഠത്തിൽ ആരാധിക്കപ്പെട്ടതാണെന്നും. പക്ഷെ ഇന്നിപ്പോ എന്താ, ജീർണത്വം അന്ത്യയുക്തേ, അവിടെ കുംഭരാശിയായിട്ട് രാഹുവിന്റെ ഉദയ കംപ്ലീറ്റ് എന്തായിപ്പോയി, ആരാലും തിരിഞ്ഞു നോക്കാതെ അശ്രദ്ധമായ രൂപത്തിൽ. അതാണ് 9ാം ഭാവം ദുസ്ഥിതി കൊണ്ട് ആരും ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നോക്കാതെ എന്തായിപ്പോയി, എല്ലാം ഒരു നാമാവശേഷമായിപ്പോയി. അപ്പൊ എന്ത് വേണം എനിക്ക്, നവം ഭവനമുറവരാക്ഷിതുപേദിക അലസ്വകേജനെ ബഹുമതിയും. നവം ഭവനം, ഒരു പുതിയ വീട് വേണം, പുതിയ ആലയം വേണം. ഇന്ന് പറഞ്ഞിട്ടാണ് ആര്, 4ാം ഭാവാദ്യം ഇവിടെ ആരാധിക്കപ്പെട്ട ധർമ്മദൈവങ്ങള് ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പം അവരാവശ്യപ്പെടുന്നത് തന്നെയാണ് അല്ലേ, സുക്ഷാംശഗതേ സ്വമന്ദിരേ. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള ദുഷിപ്പുകൾ എന്താ ബാധിക്കുന്നത്, മൊത്തം കുടുംബാംഗങ്ങളെ ബാധിക്കുന്നുണ്ട്. അതാരും ധരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ദോഷങ്ങൾ ഇന്ന് കുടുംബത്തിൽ ഉണ്ടാവുന്നു, പെട്ടെന്ന് ഉണ്ടാവുന്ന ചില ആപത്തുകൾ. അപ്പൊ ഇവിടെ ആരൊക്കെ ആരാധിക്കണം, പക്ഷെ ചിലവർക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ NOC കൊടുത്ത് വിട്ടാൽ മതിയോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉള്ളവരുണ്ട് നിങ്ങളുടെ ഇടയിൽ. അത് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഇവരുടെ ഒരു ഡിമാൻഡിൽ ഇപ്പം എന്താ, സ്ഥാനം വേണമെന്നൊക്കെയാണ്. ബാക്കിയുള്ള ചിന്തയിലൊക്കെ നോക്കാം. ഇനി അല്ല അമ്പലം ഇവിടെ നമുക്ക് ആവാഴ്ച കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ല ഇവിടെ ആരാധിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളത് നമ്മൾ ബാക്കിയുള്ള ചിന്തനങ്ങളെ കൊണ്ടൊക്കെ ചിന്തിക്കണം. ഏതായാലും 2-നൊരു പ്രാധാന്യമുണ്ട്. അതാണ് 2 പീഠം, 2 പലക അവിടെ വെച്ചത്. പണ്ടും അതേപോലെ പീഠത്തിൽ ആരാധിക്കപ്പെട്ട ദേവന്മാരാണ് ആര്, ഇവര് അല്ലേ. നോക്കാം കേട്ടാ. ഇപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ 9ാം ഭാവം ചരരാശി ആയതുകൊണ്ട്, 9ാം ഭാവം ചരരാശിയായി 9ാം ഭാവാധിപൻ ഉച്ചാംശ ഇടവരാശിയിൽ വന്നുകൊണ്ട് ഒരു പൂർവ്വ സങ്കേതത്തെ, പൂർവ്വപ്രദേശോ വിഷഭസ്യാന്നല്ലേ നിങ്ങൾ പറഞ്ഞ. എന്താ, നിങ്ങള് തലവറക്കര ആണെങ്കിലും നിങ്ങളുടെ യഥാർത്ഥമായ സങ്കേതം പൂർവ്വദേശങ്ങൾക്ക് മറ്റൊരു ദേശമുണ്ട്. സൗഭാഗ്യക്ഷമി, പൂർവീകമായിരിക്കുന്ന ഒരു സങ്കേതത്തെ ഉപേക്ഷിച്ചതിന്റെ ഒരു വിഷയമാണല്ലോ ചന്ദ്രനെ കൊണ്ട് കാണിക്കുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഒരു മറ്റൊരു സങ്കേതത്തിൽ നിന്ന് വന്ന് മറ്റു സങ്കേതത്തിൽ എത്തി, അവിടെ നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തിയെന്ന അല്ല, കുറച്ച് ചരരാശി ദൂരെയാ. അവിടുന്ന് എന്തോ ഒരു കലഹം, ഒരു സ്നേഹേതുകമായ ദുരിതമോ ഒരു കലഹമോ ആണ് ആ സങ്കേതം നമ്മൾ അവിടുന്ന് പോരാനുള്ള കാരണം. അതറിയാം. അല്ല അവിടെ ഉണ്ട്, അതവിടെ ഭഗവതി ഉണ്ട്, ഗുരു ഉണ്ട് എന്നൊക്കെ പറയേണ്ടതുണ്ട് അല്ലേ. തൊട്ട് കാണിച്ച രാശിയും കൂടി അല്ലേ, കുട്ടി തൊട്ട് കാണിച്ച രാശിയും കൂടി, അങ്ങനെ സങ്കേതം ഒന്നും ഉണ്ട് നിങ്ങൾക്ക്. ശുക്രനല്ലേ, ദൈത്യഡ്യോ ഗണനായകോ ഭഗവതി എന്നല്ലേ. ഇപ്പം ശുക്രനെ കൊണ്ട്
ചഷഭേ ദുർഗാഭയിൽ ഭാർഗവാന്നല്ലേ. തെക്കിന് പ്രാധാന്യമുണ്ട്, പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ സങ്കേതമായിട്ടൊരു എന്തോ ഒരു ബന്ധവും കാണുന്നുണ്ട്. ആ ആ അതാ ശരി. പടിഞ്ഞാറിന് തെക്കോട്ട് വന്ന് അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണോ നോക്കണം. പടിഞ്ഞാറിന് പ്രാധാന്യമുണ്ട്. ആ അവിടേക്ക് എന്താ പറയാ? കരിമ്പനക്കൽ. അതെവിടെയാ സ്ഥലം? അമ്പലക്കണ്ടി. അതല്ലേ. ഒരു വയൽ കഴിഞ്ഞ് ഒരു പറമ്പ് കഴിഞ്ഞ് വെള്ളം ഒഴുകുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ സങ്കേതം എന്ന് പറയേണ്ടി വരും. പോയവരുണ്ട് അവിടെ. ആ ആ ദേവാംഗനാവാസ അടാകരമ്യം ജലാന്തികം അല്ലേ? കർക്കടകസരാശേഹ എന്നല്ലേ. ഒരു വെള്ളം കടന്നിട്ടോ അല്ലെ തോട് കഴിഞ്ഞിട്ടൊക്കെ പോണം അങ്ങോട്ട്. ആ ദേവാംഗനാവാസ തടാകം എന്നല്ലേ. തടാകം എന്ന് പറയുന്നത് എന്താ? ആ ഇപ്പോൾ കുളമുണ്ട്, ഒരു ഇഷ്ടമായിട്ടുള്ള ജലാശയമാണ്. അതിൻ്റെയൊക്കെ സമീപത്താണ് നിങ്ങൾ സങ്കേതം എന്ന് കുട്ടി തൊട്ട രാശി കൊണ്ട് പറയണം. അവിടെ ഒരു ഭഗവതി ഉണ്ട്, ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ട്, മുത്തപ്പൻ എന്നൊക്കെ പറയും. അവിടെ കുട്ടിച്ചാത്തനോ ഭൈരവനോ അങ്ങനെയുള്ളതായിട്ട് ചില മധ്യമത്തിലും ഉത്തമത്തിലും ആചരിക്കേണ്ടതായിട്ടുള്ള മൂർത്തികളുണ്ട്. അവിടെയൊക്കെ നമ്മൾ സ്മരിച്ചിട്ട് വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരംഭിക്കാൻ. അതാണ് നമ്മളെ സങ്കേതം. അവിടുന്ന് ഇവിടേക്ക് വരണതിന് മുന്നേ മറ്റൊരു സ്ഥലത്ത് താമസിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതെവിടെയാ അറിയാം? ആ ആ അതിനെയാ പറഞ്ഞത്. തെക്ക് പടിഞ്ഞാറ് ഈ പറഞ്ഞ കർക്കിടക രാശി ഒന്നുകിൽ തെക്കിനെ ചിന്തിക്കണം, പടിഞ്ഞാറ്. അപ്പോൾ പടിഞ്ഞാറും തെക്കോട്ട് വന്ന് അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതാ. ദേവാംഗനാവാസതടാകല്ലേ. അതെ അതെ, അവിടുന്നാണ് ഇങ്ങോട്ട് വന്നതെന്നല്ലേ. ആ അതെ. ആ കുട്ടി മാറിയതൊക്കെ എവിടേക്കാ അല്ലേ? സ്വർണം ചെരിഞ്ഞത് എങ്ങോട്ടാ? ആ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മറ്റൊരു സങ്കേതം. പൂർവ്വസങ്കേതം എവിടെയാ? പശ്ചിമദശ വിഷേണ, പശ്ചിമഭാഗമാണ്, പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ അതെ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ചരിത്രം. അപ്പം അവിടെ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികന്മാരുമായതാ പൂർവൈഹി ബന്ധുവൈരാത്മൈശ്വരഹിത. അപ്പം പൂർവികന്മാരാലും ബന്ധുക്കളാലും വിരഹിതന്മാരായി തീരുക പറയുമ്പോൾ യഥാർത്ഥമായ പൂർവ്വസങ്കേതം ഉപേക്ഷിച്ച് മറ്റു സങ്കേതത്തിൽ വരികയും അതിന് കാരണം എന്തോ ഒരു കലഹമാണ്. ഒരു അല്ലേ ഒരു ആരൂഢപതിയാഗ്രഹം, ചന്ദ്രന് ചൊവ്വയുടെ യോഗം, അശുവമാതുഹു, ഒരു അമ്മയ്ക്ക് പ്രയാസം ഉണ്ടാക്കുക. അപ്പം എന്തോ ഒരു സ്ത്രീഹേതുകമായ വിഷയമോ ഒരു കലഹമോ ആണ് എന്ത് ആ സങ്കേതം നമ്മൾ ഉപേക്ഷിച്ച് പോരാനുള്ള കാരണം. അറിയില്ല അറിയില്ല. അച്ഛന്മാരുടെ കാലത്തിലല്ലേ? അതന്നെ അച്ഛന്മാരുടെ അപ്പുറം. കാരണം പിതാമഹന്റെ കാലഘട്ടം. അപ്പം നിങ്ങളുടെ അച്ഛന്മാരുടെയും മുന്നേ. അതന്നെ. ആ കേട്ടാ. അപ്പം അതിൻ്റെ അംഗമായ വെറ്റില നമ്മൾ എടുത്തപ്പോൾ അല്ലേ, അദ്ദേഹം തന്ന വെറ്റില, പ്രാർത്ഥിച്ചെടുത്ത വെറ്റില നോക്കുമ്പോൾ എണ്ണ നോക്കിയപ്പോൾ 37 വെറ്റിലല്ലേ? ഇപ്പൊ താമ്പൂലത്തിനെ 2 കൊണ്ട് ഗുണിക്കണം. നിങ്ങൾ തന്ന വെറ്റില നമ്മൾ സ്വർണ്ണപ്രശ്നത്തിലേക്ക് വരാം. താമ്പൂലം വാടി പോയി. അപ്പം അതിൻ്റെ അംഗമായ താമ്പൂലം കൂടി ചിന്തിക്കാം. ഇത് നമ്മൾ നിങ്ങൾക്കുള്ള ഒരു റൂട്ട് ഉണ്ടാക്കിയതാ. നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യണ നേരെ തന്നെയാണോ എന്നുള്ളത് റൂട്ട് ഉണ്ടാക്കണല്ലോ. അപ്പോൾ ആ താമ്പൂല സംഖ്യാം ദ്വിഗുണാം, താമ്പൂലത്തിനെ 2 കൊണ്ട് ഗുണിക്കണം. 37നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാവും? 24 വരൂല്ലേ? ശരഘ്ന വീണ്ടും 5 കൊണ്ട് ഗുണിച്ചാൽ 370 വരും. സൈകാം 1 ചേർത്താൽ 371 വരും. ഹരയിൽ സപ്തഭി, സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി, സപ്തഗ്രഹങ്ങളാകുന്ന 7കളെ കൊണ്ട് ഹരിച്ച് അത്ര ശിഷ്ടേഹി സൂര്യാധികാനാമുദയ, ബാക്കി എത്ര ശിഷ്ടം വരുന്നു അത്രാമത്തെ ഗ്രഹം ഉദിച്ചു എന്നാ. അപ്പോൾ 371 7 ഹരിച്ചാൽ 7 35 പോയി. ഇവിടെ ശിഷ്ടം വരണം എന്നാ. വീണ്ടും 7 കൊണ്ട് ഹരിക്കുക ചെയ്യാം. അഥവാ 7 14 7 21, അഥവാ 21 പോയാൽ 0. 0 എന്നാൽ എന്താ? പൂർണ്ണസംഖ്യയാണ്, 7 അടുക്കുക. 7 14 7 21. ശിഷ്ടം എത്രയാ വരിക? 7 വരിക. ശിഷ്ടം വരണം. 0 അല്ല. 0 ആണെങ്കിൽ എത്ര? ബാക്കി സംഖ്യ ഹരണസംഖ്യ പൂർണ്ണസംഖ്യയായിട്ടാണ് സ്വീകരിക്കുക.
അതാണല്ലോ ശിഷ്ടേഹി സൂര്യാധികാനാമുദയഹാന. ശിഷ്ടം വരുന്ന സംഖ്യ 0 ആണെങ്കിൽ 7, അഥവാ 7 14 7 21 7 വരിക. 1 വന്ന സൂര്യൻ, 2 ചന്ദ്രൻ, 3 ചൊവ്വ, 4 ബുധൻ, 5 വ്യാഴം, 6 ശുക്രൻ, 7 ശനി. ശനിയാണ് ഇവിടെ താമ്പൂല ദേവതാഗ്രഹം. ശനി ഏത് രാശിയിൽ സഞ്ചരിക്കുന്നു അതാണ് താമ്പൂല ആരൂഢം. അതെ. അപ്പം ഇവിടെ ശനി സഞ്ചരിക്കുന്നത് കന്നിരാശിയിലായതുകൊണ്ട് ശനിയാണ് ഗ്രഹമായിട്ട് വന്നത്. 7 പറഞ്ഞാൽ ശനിയാണ്. ആ ശനി കന്നിരാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കന്യാണ് നമ്മളെ താമ്പൂലാരൂഢം. അതിൽ നിന്ന് വ്യാഴം 5-ൽ വന്നു. ദൈവാധീനം പൂർണ്ണ. ഈ 7 ഗ്രഹങ്ങൾക്കും 6 ഫലങ്ങളാണല്ലോ. അതെ. അപ്പം ഇതുകൊണ്ട് ഇവിടുത്തെ ദേവതാ വിഷയത്തിൽ ഇവിടെ നിങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചെടുക്കാൻ തന്നതായിട്ടുള്ള വെറ്റില ആരാ വന്നത്? ശനിയാ. ഇവിടുത്തെ ദേവത ആരാണ്? ശരിക്ക് ശനി തന്നെ. ശനി പറഞ്ഞാൽ ശനിക്ക് ശാസ്ത്ര അയ്യപ്പൻ്റെതായിട്ടുള്ള സാന്നിധ്യം ഇവിടെ ഉണ്ട്. പക്ഷെ ആ ശനി വന്നത് ഇദ്ദേഹം പറഞ്ഞ പോലെ 7 ഗ്രഹങ്ങൾക്ക് 6 ഫലാചാര്യം പറഞ്ഞത്. ദുഃഖായ ഭാനു, ദുഃഖത്തിനായിക്കൊണ്ട് സൂര്യനാണെങ്കിൽ 1 ബാക്കി വന്നത്. ചന്ദ്രൻ വന്നാൽ എന്താ? സുഖകൃത്ത്, സുഖത്തെ ചെയ്യും. ചൊവ്വ വന്നാൽ എന്താ? പുഷ്ടുപൂജ, കലഹകൃത്ത്, കലഹം ഉണ്ടാവും. ധനദൗത്യ ജീവോ. ബുധനോ വ്യാഴമോ വന്നാൽ 4 5 ബാക്കി വന്നാൽ ധനദോ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ശുക്രാഖിൽ ആഭിമതകൃത്ത്, ശുക്രനാണെങ്കിൽ ഉദ്ദേശങ്ങളൊക്കെ നിറവേറും. 7 ശനി വന്നാലോ മരണായ മന്ദഹ, മരണത്തിനായിക്കൊണ്ട്. ഇപ്പം ശനി വന്നത് ദേവതാ വിഷയത്തിൽ അയ്യപ്പൻ എന്നുള്ള ഗുണമുണ്ടെങ്കിലും പിന്നെ ഇവിടെ ഫലം വന്നത് എന്താ? മരണത്തിനായിക്കൊണ്ട്. അപ്പം ആയിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ കാലഘട്ടത്തിൽ മരണമുണ്ട്, വർത്തമാന കാലഘട്ടത്തിലുണ്ട്, ഭാവിയിലേക്ക് ഉണ്ടാകും. ആയിക്കൊണ്ട് ചതുർത്ഥിയാണ്. ചതുർത്ഥി പ്രയോഗിച്ചാൽ എന്താ? ത്രൈകാലികമാണെന്ന 3 കാലഘട്ടത്തെയും ബന്ധപ്പെടുന്നതാണെന്ത്? ചതുർത്ഥി. ഇപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ മരണം ഉണ്ടാവുക, വർത്തമാന കാലഘട്ടത്തിലുണ്ട്, ഭാവിയിലേക്ക് മരണം ഉണ്ടാവും. ഇപ്പം കേൾക്കുന്നവർക്ക് തോന്നാലോ ഇതിപ്പോൾ ജ്യോത്സ്യന്മാർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മരിക്കും അല്ലേ? ജാതസേവ ധ്രുവോ മൃത്യുഹോ എന്നല്ലേ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിലെ. ജനിച്ചവർക്ക് മരണം ഉറപ്പാ. പക്ഷെ ഞങ്ങൾ പറയണ മരണം എന്ന് പറഞ്ഞാൽ എന്താ? അതല്ല. കാലം എത്താത്ത മരണങ്ങൾ അഥവാ ദുർമരണങ്ങൾ, അപകട മരണങ്ങൾ, ഇതൊക്കെയാണ് എന്ത്? മരണായ എന്നുള്ള ശബ്ദത്തിൻ്റെതായിട്ടുള്ള വിവക്ഷ. ഇതുപോലെയാണ് ദീപ ഇവാന. ഒരു വിളക്ക് കത്തിച്ചു വെച്ചു, നമ്മൾ എണ്ണ ഒഴിച്ചു, തിരിയിട്ടു, കത്തിച്ചു. ആ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താവും? തിരി കെട്ടുപോവും. നല്ല ശക്തമായ കാറ്റ് വന്ന് കെടും. മറ്റ് വണ്ടോ പ്രാണിയോ വന്ന് കെടുത്തും. വിളക്ക് തട്ടിമറിഞ്ഞ് കെട്ടുപോകും അല്ലേ? അതൊക്കെ എന്താ? എണ്ണയും തിരിയും ഉണ്ടായിരിക്കെ കെടുമ്പോഴെന്താ? അത് അകാലത്തിലുണ്ടാവുന്ന ഇതാണ്. യഥാർത്ഥത്തിൽ ഒരു തീയിൻ്റെ കിടലെപ്പോഴാണ്, അല്ലെ വിളക്കിൻ്റെ കിടലെപ്പോഴാണ്? എണ്ണയും തിരിയും തീരുമ്പോഴാണ് എന്ന് യഥാർത്ഥത്തിലാ. അതേപോലെ നമ്മൾക്ക് പൊതുവെ എന്താണ്? ബാലനായി ജനിച്ചാൽ ബാലനായി, കുമാരനായി, യുവാവായി, വൃദ്ധനായിട്ട് 5ാമത്തെ അവസ്ഥയാണെന്ത്? മരണം എന്നുള്ള അവസ്ഥ. അപ്പോഴേ എന്താവുള്ളൂ? പൂർണ്ണാവുള്ളൂ. ദീപയുവാൻ, അതാണ് വിളക്ക് പോലെ. അപ്പോൾ അതാണെന്ത്? യഥാർത്ഥമായിട്ടുള്ള മരണം. അതിൻ്റെ ഇടയ്ക്കുള്ള മരണങ്ങളൊക്കെ എന്താണ്? എന്തോ ചില കാരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ആപത്തുകളെ കൊണ്ടോ ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ചില മരണങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടവരിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഇനിയും നമ്മൾ ഇതിൻ്റേതായിട്ടുള്ള ദോഷദുരിതങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ടതായിട്ടുള്ള നിഷ്കൃതികൾ ചെയ്തില്ല എങ്കിൽ ഭാവിയിലേക്കും ഇതിൻ്റേതായിട്ടുള്ള ആപത്തുകൾ ഉണ്ടായിത്തീരുമെന്നുമാണ് എന്ത്? ഈ നിങ്ങൾ പ്രാർത്ഥിച്ചെടുത്ത വീട്ടിലെ കൊണ്ടുള്ള ഫലം. ആ ശനിക്ക് ഗുളിക ഭവനാധിപത്യവും മൗഢ്യവും ബുധനും മൗഢ്യവും. അപ്പൊ അതിന്റെ ദോഷത്തെ കുറച്ച് ഗൗരവം കൂടുതൽ കാണിച്ചതല്ലേ? അതെ. പ്രഭാരിഹേതോ വൈകല്യവാൻ ഇതരദേശഗതോ മൃതോവ. മൗഢ്യം പാപയോഗം ഗുളികന്റെ യോഗം ഇതുണ്ടായാൽ പ്രഭാരിഹേതോ രാജാവും കാരണമായിട്ടോ അല്ലെങ്കിൽ ശത്രുക്കൾ കാരണമായിട്ടോ ഉണ്ടാകുന്ന ദോഷങ്ങൾ അനുഭവിക്കാതല്ലേ. വൈകല്യവാൻ ഇതരദേശഗത, വേറെ ദേശത്ത് പോവുക അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടും മരണങ്ങൾ ഉണ്ടാവുക. ഇതരദേശഗതോ മൃതോവ. അപ്പൊ ഇവിടെയുള്ള ആൾക്കാര് പുറത്ത് വെച്ച് മരണം സംഭവിക്കുക, രക്ഷപ്പെടാകുമ്പോൾ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അപകടങ്ങൾ ഉണ്ടാവുക. ഇതിന് ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിനെ ഉപേക്ഷിച്ച് പോവുക. അതെ അല്ലേ? ഇതരദേശഗത. അതെ. ഇപ്പൊ വൃശ്ചികരാശിയാണല്ലോ. വൃശ്ചികരാശി എന്താ? ജനക ഗുരുവിയുക്ത ശൈശവേ വ്യാധിദശ എന്നല്ല. ജനകനാലും ഗുരുവിനാലും വിയുക്തമായ രാശി ഉണ്ടെങ്കിൽ അത് വൃശ്ചിക. ഇപ്പൊ ജനകൻ എന്ന് പറഞ്ഞാൽ ആരാ? അച്ഛന. ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? ഗുരുനാഥന.
അപ്പോൾ ആ ജനകഗുരുവിയുക്ത ശേഷവേ വ്യാധിദശ, ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ആര്? ഒന്ന് തൻ്റെ അച്ഛൻ, പിന്നെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നാളെ ഒരു പൗരനാക്കി മാറ്റേണ്ട കടമ ആർക്കാണ്? തൻ്റെ ഗുരുനാഥനാണ്. അതുകൊണ്ടാണല്ലോ പണ്ടുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ എന്താ ഇന്നിപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കുക ചെയ്യുക. പണ്ടങ്ങനെയല്ല, അമ്മയും അച്ഛൻ രക്ഷിതാക്കളെ കൂടിയിട്ട് മകന് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, ചെറുപ്പ കാലഘട്ടത്തിൽ പിന്നെ ഇതൊക്കെ കൊടുത്ത് നല്ലൊരു ഗുരുനാഥനെ തേടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക ചെയ്യുക. പിന്നെ അയാൾക്ക് വേണ്ടതായിട്ടുള്ള നല്ല അറിവും ഒരു നല്ലൊരു പൗരനാക്കി തീർക്കേണ്ട ബാധ്യത ആർക്കാ? ഗുരുനാഥന. അപ്പം ജനകഗുരുവിയുക്ത ശേഷവേ വ്യാധിദശ, അപ്പം ജനകനാലും ഗുരുവിനാലും വിയുക്തമാവുക എന്ന് പറയുമ്പോൾ ആരാണോ സംരക്ഷിക്കപ്പെടേണ്ടതെങ്കിൽ ആ സംരക്ഷിക്കേണ്ട വിഭാഗക്കാരാൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ദേവതയാണിപ്പത്. അപ്പോൾ ജനകൻ അച്ഛൻ ഉപേക്ഷിച്ചു, ഗുരുനാഥൻ ഉപേക്ഷിച്ചു. ഗുരുനാഥൻ എന്താ? പണ്ട് കാലത്ത് ഗുരുസ്വാമിമാർ വരെ ഇവിടെ കർമ്മം നടത്തിയ സ്ഥലമാണ്. അതാണ് ദേവൻ്റെ ഗുരു പറഞ്ഞാൽ എന്താ? ഇവിടെ തന്ത്രിയൊന്നുമില്ലല്ലോ പഴയ കാലത്ത്. തന്ത്രി പറഞ്ഞാൽ ആരാ? ഇവിടെ ഗുരു പറഞ്ഞാൽ എന്താ? ഗുരുസ്വാമിമാർ. അപ്പം ഗംഭീരമായിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ട് അതാണല്ലോ തപസ്സി എന്നല്ലേ ശുക്രനെ. വിദ്വാൻ സുവാക്യ കൃപണ സുഖി ധീമാൻ അശത്രു പ്രതോദിക നീച തപസ്സി. 9 ശുക്രനെ തപസ്സിയാ പറഞ്ഞു. അപ്പോൾ തപസ്സി പറയുമ്പോൾ ആ ശനിദേവനുമായി ബന്ധപ്പെട്ട് പിന്നെ കർമ്മങ്ങൾ നടത്തുകയും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുരുടേതായിട്ടുള്ള ഒരു ബന്ധവും ഒരു ഗുരുവിനാൽ പൂജിക്കപ്പെടേണ്ടതായിട്ടുള്ള ബന്ധങ്ങളും ഉണ്ടായ സ്ഥലം ഇന്നെന്തായിപ്പോയി? യുക്ത, ഇന്നെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. ഈ താമ്പൂലാരൂഢത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നത് അങ്ങനെ ഫലാവുമല്ലോ അല്ലേ? ലഗ്നേ സുരഗുരുദൃഷ്ടയെ സജ്ജനഗുരു, സജ്ജനങ്ങളാലും ഗുരുജനങ്ങളാലും അതിഥികളാലും പൂജിക്കപ്പെടുന്നതായ അവസ്ഥ. നൃപപൂജ്യ രാജാക്കന്മാർ വരെ ബഹുമാനിക്കപ്പെടുന്നതായ അവസ്ഥകളും. വിദ്യാവൃത നിയമരാഹ ഖ്യാതകൃത്തയോ മനുജാഹ. വിദ്യാവൃതം എന്ന് പറയുമ്പോൾ ചില വ്രതങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് ഖ്യാതിയും കൃത്യം ഉണ്ടാവുക. നിത്യം യജ്ഞേന വേദാധ്യയനമനുജപേഹി ഭൂപദേശാർത്ഥലാഭോ ലാഭോദായാദേഹമംബര ഹയകരണാം വിപ്രദേവ പ്രസാദാന്നല്ലേ. അപ്പം നിത്യം യജ്ഞേന വേദാധ്യയനം അനുജപേഹി എന്നല്ലേ. അപ്പം മന്ത്രജപങ്ങൾ, നാമജപങ്ങൾ, ഭജന, സൽകീർത്തനങ്ങൾ ഇതൊക്കെ നടത്തിയ സങ്കേതം. അദ്ദേഹം പറഞ്ഞ വ്യാഴദൃഷ്ടി വന്നാൽ അത്തരം പൗഷ്ടികമായ കർമ്മങ്ങളോട് കൂടി പിന്നെ വളരെയധികം കാലം ഭക്തിശ്രദ്ധാപരിശ്രമം കൊണ്ടു നടന്നിരുന്ന സങ്കേതമായിരുന്നു ഈ സങ്കേതം എന്നാണ്. അതാണ് പിന്നെ എന്തായത്? ഒരു യുക്താവസ്ഥയിൽ വന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഭംഗിയായിട്ട് ഗംഭീരമായി കൊണ്ട് നടക്കുകയും ശരിക്കും പറഞ്ഞാൽ നാമജപങ്ങൾ വരുമ്പോൾ ഗുരുക്കന്മാരാൽ അങ്ങനെയുള്ളതായിട്ടുള്ള ആൾക്കാരുടേതായിട്ടുള്ള ചില കൂട്ടായ്മകളോടൊക്കെ കൂടി ഭംഗിയായിട്ട് നടത്തി വന്നിരുന്നു. 10 സൂര്യൻ വന്നാൽ എന്താ? ദിഗ്ബലല്ലേ. ആശാബല സമഭേദോ നൈരിസ്വദിശം നവശ്വര പുരുഷം നീത്വാ വസ്ത്രവിഭൂഷണ വാഹന സൗഖ്യാനിതം ഗുരുദേനല്ലേ. ഈ കർമ്മഭാവത്തിൽ ഉത്സവസ്ഥാനത്തിൽ സൂര്യനും ഉത്സവസ്ഥാനത്തിൽ താമ്പൂലത്തിന് 10 ചൊവ്വയും വന്നതുകൊണ്ട് ഈ ആഗ്നേയമായി ബന്ധപ്പെട്ട സൂര്യനും ചൊവ്വയും ആഗ്നേയ ഗ്രഹങ്ങളാണ്. ഈ ആഗ്നേയവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള എന്തോ ചില ഉത്സവങ്ങളോ ആഘോഷങ്ങളോ നടന്നിരുന്ന സ്ഥലം കൂടിയാണ്. ആഗ്നേയം പറയുമ്പോൾ ഇപ്പോൾ താലപ്പൊലിയാവാം, അല്ലെങ്കിൽ തീയായിട്ട് ബന്ധപ്പെടുന്ന മറ്റു വല്ല വിഷയങ്ങളാവാം, അല്ലെങ്കിൽ വിളക്ക് ആചാരങ്ങളാവാം. അങ്ങനെ എന്തോ ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഈ ആഗ്നേയമായി സൂര്യനും ചൊവ്വയല്ലേ. ആശാവല സമഭേദോ നൈരിസ്വദിശം നഭശ്വര പുരുഷം വസ്ത്രവിഭൂഷണ വാഹന സൗഖ്യാന്വിതം ഗുരുദേന്നല്ലേ. അപ്പം ഒരു എല്ലാവരും ചേർന്ന് സ്വദിശം നയതി ആ ദിക്കിലേക്ക് നയിച്ചുപോയി അവിടെ വെച്ച് എന്തോ ചില കർമ്മങ്ങൾക്ക് നടത്തി ഒരു പ്രത്യേകമായ ഘോഷത്തോടു കൂടിയുള്ളതായിട്ടുള്ള ഒരു ആഗ്നേയമായ താലപ്പൊലിയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വിളക്കായിട്ടോ എന്തോ ഒരു ആചരണം ഉത്സവ സ്വഭാവത്തിൽ ഇവിടെ നടത്തി വന്നിരുന്നു. വിളക്കായിട്ട് നടത്തിയില്ല, ഉണ്ട്. അതായത് ആഗ്നേയായിട്ട് ആഴിയാവാം. ഓ അതാ അങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് നടന്നു വന്നിരുന്ന സ്ഥലമായിരുന്നു. ഇന്നിപ്പൊക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കർമ്മങ്ങൾ നടത്തി വന്നിരുന്ന സ്ഥലമാണിത് കേട്ടാ. ഇനി എന്ത് വേണമല്ലോ നമുക്ക് നോക്കാം. പക്ഷെ അതേപോലെ തന്നെ ഒരു വ്രതത്തോട് കൂടിയിട്ട് ഇവിടെ തന്നെ വന്ന് കാരണം വൃശ്ചിക രാശിനില്ലേ
വൃശ്ചിക മാസത്തിൽ തന്നെ എന്തോ പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ട സ്ഥലം അത്. മണ്ഡലകാലത്തിൽ കൂടുതൽ പ്രാധാന്യം അല്ലെ വൃശ്ചികം എന്ന് പറഞ്ഞാൽ. വൃശ്ചികം എന്ന് പറഞ്ഞാൽ മണ്ഡലകാല. അപ്പോൾ ആ മണ്ഡലകാലഘട്ടത്തിൽ പ്രത്യേകമായ ചില കർമ്മങ്ങളും വിധാനങ്ങളോടും കൂടി ആചരിച്ചിരുന്ന സ്ഥലം അത്. ഹോമേനാഘൃതം ബുധേന ഗുണം ധീകൃത സൗഖ്യം കൂരം വാക്മ അന്യകാരം ശുക്രേണ കൂരം വാക്വതിന് അന്യകാര നിരതം അല്ലേ. അപ്പോൾ എന്തോ ഒരു കൂരം കർമ്മ അന്യകാര നിരതമായി എന്നല്ലേ. ഏതോ ഒരു കർമ്മത്തിലോ വിഷയത്തിലോ ഏതോ ഒരു കാലഘട്ടത്തിൽ എന്തോ ഒരു വൈരുദ്ധ്യതയോ എന്തോ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ട് അല്ലേ. ഒരു ഛന്നപാപരാശിയല്ലേ. ഛന്നപാപം എന്ന് പറഞ്ഞാൽ പാപാംശങ്ങൾ ചെയ്ത് മൂടപ്പെടല്ലേ. എന്തോ ഒരു പാപദുരിതം ഇതിൻ്റെതായിട്ടുള്ള ദുരിതത്തിന് കാരണമാണ്. എന്താ നോക്കണം. അപ്പം എങ്ങനെയൊക്കെയുള്ള അത്ര ഗംഭീരമായി നടന്നിരുന്ന ഈ സങ്കേതം ഇന്നത്തെ ഒരു അനാഥാവസ്ഥയ്ക്ക് കാരണമാവാൻ എന്തോ ഒരു പ്രാക്തനമായ ദുരിതം, ഒരു ശാപദോഷത്തിൻ്റെ പിന്നിലുണ്ട്. കാരണം 12 രാശികളിൽ ഛന്നപാപരാശി എന്ന് പറഞ്ഞ രാശിയാണ് എന്താ വൃശ്ചികം. അവിടെയാണല്ലോ കുട്ടി സ്വർണം കൊണ്ട് വെച്ചത്. ജനകുരുവിക്തശേഷവേ ആദിദശ നരവതി കുലപൂജ്യ പിങ്കള ക്രൂരജ്യേഷ്ഠോ ജഷ കുലിശകാംഗ ഛന്നപാപോളിജാത. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ആചാര്യൻ അവസാനം പറയുന്നു ഛന്നപാപ, പാപാംശങ്ങൾ ചെയ്ത് മൂടപ്പെട്ടതായിട്ടുള്ള രാശിയാണ് എന്ത് വൃശ്ചികം. അപ്പോൾ ഇതിൻ്റെ ദുരിതത്തിന് ഹേതുകമായ എന്തോ ചില ശാപപാപ ദുരിതങ്ങൾ ഒരു മൂടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ദുരിതങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അല്ലേ, അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്താലേ ഇവിടുത്തെ കാര്യങ്ങൾ സുഖമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അത് നോക്കണം. നമ്മൾ ബാക്കിയുള്ള ചിന്തകളെ കൊണ്ടൊക്കെ വരും കേട്ടോ. ഇപ്പം എന്തോ ഒരു അന്യകാര്യതം കൂറൻ കർമ്മ അല്ലേ, എന്തോ മറ്റെന്തോ ഒരു നിലയ്ക്ക് ഒരു പാടില്ലാത്തൊരു പ്രവൃത്തികൾ ഏതോ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചു പോയോ എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. ഒരു സമയത്ത് ഇവിടെ വെച്ചിട്ട് തന്നെ എന്തോ ഒരു വാക്ക് തർക്കോ എന്തോ ഒരു ഇതുണ്ടായിട്ടുണ്ട് എന്നല്ലേ. എന്തോ ഒരു നിയമസഭയിലൊക്കെ ഉള്ള പോലെ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഉള്ളത് എന്തോ ഒരു വിഷയം ഇവിടെ വെച്ചുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതായിട്ട് ചില വാക്കോ പ്രവൃത്തിയോ ഇവിടെ വെച്ച് പറഞ്ഞു പോവുക, പ്രവർത്തിച്ചു പോവുക. അതിവിടെ ഒരു ദുരിതത്തിനും കൂടിയും അല്ലേ വാക്കല്ലേ നോക്കാം നമുക്ക്. അങ്ങനെ എന്തൊരു വിഷയമുണ്ട്. ഓ അത് അറിഞ്ഞാൽ പോരാ, അതിന് പ്രായശ്ചിത്വം ചെയ്യണം. അങ്ങനെയുള്ള എന്തോ ഒരു വിഷയമാവല്ലോ ഇവിടെ കാര്യങ്ങൾക്ക് തടസ്സപ്പെടുന്നത്. ദുസ്തേ ലഗ്നപദവും നിരോധനം. നിരോധനം എന്തോ തടസ്സമല്ലേ. ദുസ്തേ ലഗ്നപദവും നിരോധനോപേതി തെജ്ഞാതവാസം. അജ്ഞാതവാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇതിനെ ഉപേക്ഷിച്ച് പോവുക. അജ്ഞാതവാസം ഭയം. ഭയം വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാവല്ലേ. അനിഷ്ടമായിരിക്കുന്ന ആപത്തുകളല്ലേ ഭയം ഉണ്ടാക്കുന്നത്. അജ്ഞാതവാസം ഭയം വ്യാധ്യാദീൻ. വ്യാധിയും ആദിയും ഉണ്ടാക്കുക. ഇതരക്രിയാസു അഭിഗമനം. ഇതരക്രിയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാൻ കഴിയുക, ഇവിടുത്തെ കാര്യങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റാതിരിക്കുക. ഇതരക്രിയാസു അഭിഗമനം സ്ഥാനച്യുതിഞ്ചാപതം. സ്ഥാനത്തുണ്ടാകുന്ന നാശമോ അല്ലെങ്കിൽ ദോഷങ്ങളോ ആപതം ആപത്തുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ലഗ്നാധിപന്റെ ദൃഷ്ടിയെ കൊണ്ട് കാണുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെട്ടാൽ ആദ്യം തടസ്സങ്ങൾ ഉണ്ടാവും. നിരോധനം. അപ്പം അങ്ങനെയൊക്കെ ആവാനുള്ള ദുരിതം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് നോക്കി. അത് ചില ഭൂമിപരമായ വിഷയങ്ങളാണോ അല്ലെങ്കിൽ പ്രാക്തനമായ വല്ല ദുരിതങ്ങളുണ്ടോ, ദേവെങ്കിലും വല്ല ദുരിതങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചകഞ്ഞെടുക്കണം. ഇതൊക്കെ ഞങ്ങൾ നോക്കാൻ പോവുക. അതിൻ്റെ അംഗമായിട്ടുള്ള വെറ്റിലാണിത്. ഒന്നാമത്തെ വെറ്റില. അപ്പോൾ ഒന്നാമത്തെ വെറ്റില അതെ എല്ലാ ദേവതാ സാന്നിധ്യങ്ങളും വെറ്റിലയിലുണ്ടെന്നാണ്. താമ്പൂലഗ്രേ നിവസതി രമ. അഗ്രഭാഗത്തിങ്കൽ മഹാലക്ഷ്മിയാണ്. ഉള്ളിൽ മുഖത്തോ ശിരസിലോ വയ്ക്കും. മധ്യതോ വാഗദിശ. നടുക്കിലാരാണ്? വാക്കിൻ്റെ അതിദേവതയാണ് സരസ്വതിയാണ്. പൃഷ്ഠേ ജ്യേഷ്ഠ. ജ്യേഷ്ഠയെ മുറിച്ച് കളയും അല്ലേ. മുറിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന കാണാം. മഹാലക്ഷ്മി എന്നുള്ളിൽ ലഭിക്കും. ജ്യേഷ്ഠയെ മുറിച്ച് കളയും. ഹിമൃസുധാ വാമഭാഗി. ഇടതുഭാഗത്തിങ്കൽ പാർവതിയാണ്. അന്യതോ ഭൂഹു. വലതുഭാഗത്തിങ്കൽ ഭൂമിദേവി. അന്തർവിഷ്ണു. വെറ്റിലയുടെ ഉള്ളിൽ മഹാവിഷ്ണു. ബഹിരിടോപതയെ പുറത്ത് ചന്ദ്രൻ. ശങ്കരാജോജ കോണെ. ഒരു കോണിൽ ശങ്കരൻ ശിവനും അജം ബ്രഹ്മാവും.
ശക്രാദിത്യ ഉപരി, അതിൻ്റെ മുകൾ ഭാഗത്ത് ദേവേന്ദ്രനും സൂര്യഭഗവാൻ നിൽക്കുന്നു. മദനസ്രവതോ നാഗവല്യാഹ, കാമദേവൻ വെറ്റിലെ ഒട്ടാകെ ഒളിഞ്ഞു കിടക്കുന്നു എന്ന്. എല്ലാ ദേവതാ സാന്നിധ്യങ്ങളും വെറ്റിലുള്ളത് കൊണ്ടാണ് ഇത്തരം മംഗളകരമായ കാര്യങ്ങൾക്ക് നമ്മൾ വെറ്റിലടക്ക് ഉപയോഗിക്കാനുള്ള കാരണം. മ്ലാനിക്ഷത്യദ്വേദം തഥേതവേദ്ഭാവ സംബന്ധിപത്രം തസ്യ വ്യാധ്യാദ്യനിഷ്ടം. വെറ്റിലേക്ക് മ്ലാനി കുടുങ്ങുക, വാട്ടം, ക്ഷതി, പൊട്ട്, ചതവോദ്വാരങ്ങളൊക്കെ ഉണ്ടാവുക. ഏത് ഭാവത്തെ ചിന്തിക്കേണ്ട പത്രമാണോ ആ ഭാവത്തിലേക്ക് ദോഷവും, ശുഭമപി നല്ല പത്രമാണെങ്കിൽ ഏത് ഭാവത്തെ ചിന്തിക്കേണ്ട പത്രമാണോ ആ ഭാവത്തിലേക്ക് ശുഭത്വവും പ്രാപ്തി സംവർദ്ധനാദ്യം ആ ഭാവം ഉത്തരോത്തരം വർദ്ധിക്കുകയും ചെയ്യുന്നു പറയണം. ഇപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ വീട്ടിലാണിത്. ഇതൊക്കെ പാടെ ഒരു ഷേപ്പ് മഹാലക്ഷ്മി ഉണ്ടെങ്കിലും ആകെ റഫ. ഇത് പരിപരിക്കാൻ സ്വഭാവമല്ലേ അതിന്. അല്ലേ? അപ്പോൾ ആരൂഢപതിയായ ഗ്രഹം ബുധനാണ്. അപ്പോൾ പൊതുവേ നോക്കിയാൽ നിങ്ങളെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാണ്. എല്ലാവർക്കും എല്ലാം ഉണ്ടെങ്കിലും ഒരു സ്വസ്ഥതയും സൂര്യവും സമാധാനവും ഇല്ലാണ്. കാലുവേദന ഉള്ളവരുണ്ട്, പുറംവേദന ഉള്ളവരുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടവരുണ്ട്, ചില ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ വരെ സമാധാനം കുറവ് ഇന്ന് നമ്മളെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിത്തീരുന്നു എന്നല്ലേ. മിക മത്സ്യഗതീജീവി പുത്രസ്തേ പുത്രശോകഭാഗ് ഭവതി എന്ന് പറയുന്നത് പുത്രശോകം. ഇപ്പോൾ സന്താന പരമ്പരയിലേക്ക് എന്തെങ്കിലും ദുഷിപ്പുകൾ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കേണ്ട അനുഭവം വരെ ഉണ്ടാവുക. ഇഷ്ടജനവിയോഗല്ലേ? അതെ. പിന്നെ ഒരു രോഗമില്ലാത്ത ആളിൽ പെട്ടെന്ന് എന്തെങ്കിലും ചില മരണങ്ങൾ സംഭവിക്കുന്ന ലക്ഷണമല്ലേ. ദ്രേക്കാണാഹ ഫണിഭൂഷണ മതകര കോലാപഗധ്നാനിന സക്രൂരാതിശീതഗോധകേ ഹീനസൃജവ്യാധിന എന്നല്ലേ. ഒരു രോഗമില്ലാത്തവരിൽ പെട്ടെന്ന് മരണങ്ങൾ ഉണ്ടാവേണ്ട ലക്ഷണം. പിന്നെ കുട്ടി തൊട്ടത് ഹൃദയഭാഗ, അവിടെ പാപോദയല്ലേ, ഹൃദയ. അപ്പം ഈ ഹൃദയ സംബന്ധമായിട്ടൊക്കെ വരുന്ന അസുഖങ്ങളും തദങ്കേ രുഗ്രുണാദികന്നല്ലേ. അപ്പം അത്തരത്തിലുണ്ടാവുന്ന ചില രോഗങ്ങളും ചന്ദ്രന്റെ രാശി നമ്മളെ ഇപ്പൊ കുടുംബത്തിൽ നിന്നെങ്ങാനും പണ്ട് നാട് വിട്ടുപോയിട്ട് തിരിച്ചു വരാത്തവരൊന്നും ഇല്ലല്ലോ പഴയ കാലത്തൊന്നും. കുറച്ചു കാലം എവിടെയാ എന്താന്ന് അറിയാതിരിക്കുക ഇങ്ങനെ നാട് വിട്ടു പോവുക എന്തെങ്കിലും ചെയ്ത് അച്ഛന്മാരുടെ കാലത്തൊന്നും അറിയില്ല. ഈ പയനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ പോയി എവിടെയാന്ന് അറിയാതെ അങ്ങനത്തെ ഒരു അജ്ഞാതവാസം അല്ലേ. പഴയ കാലത്തും അങ്ങനെ ആരുമില്ലല്ലോ, സ്ത്രീകളിലോ പുരുഷന്മാരിലും ഇല്ലല്ലോ അല്ലേ. ഈ ശുക്രന് ബാബുമധ്യ സ്ഥിതി ഉണ്ടല്ലോ അല്ലേ. ശുക്രേ പാപാന്തരസ്ഥി അല്ലേ. അല്ല കുറച്ചു കാലം എവിടെയാന്ന് അറിയാതെ പോയി നിന്ന് പിന്നെ തിരിച്ചു വന്നവരുണ്ടോ? അങ്ങനെയാണ്. നിങ്ങൾ അച്ഛനും ഏട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നോ? അല്ല അച്ഛൻ്റെ അച്ഛനെ ഓരെവിടെയായിരുന്നു താമസിച്ചിരുന്നത്? അച്ഛൻ്റെ ഏട്ടനനിയന്മാര്. അപ്പോൾ ഞാൻ അതുപോലെ കൂപാതോ പതനം, വെള്ളത്തിൽ വീണിട്ട് കൂപാതി കിണറിൽ വീണ് അതിലൊക്കെ ഉണ്ടായിട്ടോന്ന് അറിയില്ല. അത് പഴയ കാലത്ത് എങ്ങനെ നാട് വിട്ടു പോവേ? ഇപ്പോഴാ അറിയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞില്ല ജലാശയത്തിൽ വീണുണ്ടാവുന്ന അപകടങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞല്ലോ.
1-2 ഘട്ടത്തിൽ അതേപോലെ ഉയരത്തുനിന്ന് പത്തിച്ചു വന്നാൽ ഉയരത്തുനിന്ന് വീണുണ്ടാവുന്ന അപകടവും. ആ ആ ആ അഭിഘാതേന ശൈലസ്യ ശിഖരേണാഥ വിസ്മന ഉദ്യസ്യ പ്രാന്തഭാഗേന ഉച്ഛസ്യ വിടവേനവ പാകസ്ഥാനോപരി കഷ്ട പാകാത്രേ കുത്ര സ്ഥാപി തഥാഭൂതേഹി പാത്രേവാമൃണയർ മൃതി എന്നല്ലേ സൂര്യൻ 4 ഉണ്ടല്ലോ. അപ്പം വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഉയരത്തുനിന്നൊക്കെ വീണിട്ടുണ്ടാകുന്ന അപകടങ്ങൾ. ആ മറ്റേതും ഉണ്ടാവും, കുറേ പഴയ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. നീ അവിടെ പൂർവ്വ തറവാട്ടിലാണോ എന്നറിയില്ല, നമുക്കറിയില്ലോ. ആ പിന്നെ സ്ത്രീക്കൊരു ദുർമരണവും 1-ലധികം വിവാഹം കഴിച്ച് ഉപേക്ഷിക്കപ്പെട്ടൊരു കഥയൊക്കെ ഉണ്ടല്ലോ. അതാരാ 1-ലധികം വിവാഹം കഴിച്ചത്? പുരുഷന്മാർ 1-ലധികം വിവാഹം കഴിക്കുക. ഉണ്ടായിട്ടുണ്ട്. വിഭാര്യോർത്തി പിന്നെ ഒരു സ്ത്രീക്ക് അങ്ങനത്തെ ഒരു ക്ലേശത്തോടു കൂടി ഒരു മരണം സംഭവിച്ചൊരു കഥയും, അതായത് മരണത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടാവുക, ഒരു ക്ലേശം കാരണമായിട്ട് മരിക്കുക. ശുക്രനൊരു പാപവന്ധ്യസ്ഥത ഉണ്ടല്ലോ, ഗുളികദൃഷ്ടിയില്ലേ. ശുക്രനും ചൊവ്വയും ഗുളികനും കൂടി ഒരുമിച്ചാണ്. കാരണവന്മാരിൽ അച്ഛനൊക്കെ ഒരു വാഹനം ഉണ്ടായുള്ളൂ. അറിയൂലേ? അതല്ലേ ഇവിടെ ഒരു അച്ഛനല്ല പറഞ്ഞത്, അവരുടെ ഏട്ടന് ഒരു ദുരിത വിഷയമായിട്ട് എന്തോ ഒരു ശാപ ദുരിതമൊക്കെ ഇതിന് പിന്നിലുണ്ട്. അല്ല അത് ശരിയാണ്, അതല്ല പറഞ്ഞത്, കുറച്ച് അങ്ങോട്ട് പോകണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ചില സ്ത്രീശാപങ്ങൾ ഈ ശുക്രന് ശത്രുക്ഷതസ്ഥയും പാപവന്തസ്ഥയും ശുക്രന്റെ പാപയോഗവും അംശകരാശിയിലൊക്കെ വന്നുകൊണ്ട് ചില പൂർവികമായ ചില സ്ത്രീശാപങ്ങളും സ്ത്രീഹേതുകമായ ദുരിതങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ശാപമായിട്ട്. ഭ്രഷ്ടാക്കിയിട്ടൊന്നുമില്ലല്ലോ, ഈ ജാതി മാറിയിട്ടോ മതം മാറിയിട്ടോ എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട്. ഈ 12 സൂര്യൻ പതിശബ്ദേന ജാതി പൃഷ്ഠ ഗ്രാഹ്യമില്ല. ജാതി പൃഷ്ഠത്തിന്റെ അല്ലെങ്കിൽ വൃഷ്ടി പറയുമ്പോൾ എന്താ വെച്ചാൽ ഇതാക്കല്ല, അവരുടേതായിട്ടുള്ള സംരക്ഷണം ഏറ്റെടുക്കേണ്ടവര് അവർക്ക് സംരക്ഷണം കൊടുക്കാതിരിക്കുക, ഒരു അനാഥത്വം അവരിൽ ഉണ്ടായിത്തീരുകയും ചെയ്യാം. അടുത്ത കാലത്താ ആ അല്ല കുടുംബങ്ങളിൽ നിന്ന് അവരെ ഉപേക്ഷിച്ചിട്ടുണ്ടെന്നാണ്. ആ ഈ അച്ഛൻ പെങ്ങന്മാർ അച്ഛന്മാർക്ക് പെങ്ങന്മാർ അങ്ങനെ വല്ലതും ഉണ്ടായിട്ട് വിവാഹം കഴിച്ചിട്ട് ദാമ്പത്യം പൂർണ്ണമല്ലാത്തവരൊന്നും ഉണ്ടായില്ലല്ലോ. ദാമ്പത്യ ജീവിതത്തിൽ ആ ദിഭാര്യോർത്ഥി ഭീരു എന്നില്ലേ അല്ലേ? ദിഭാര്യത്വം, 1-ലധികം വിവാഹം കഴിക്കുക, ഒരു അതിലെന്തോ ഒരു പ്രയാസം ഉണ്ടാക്കിയ ഒരു കഥ ഈ 9-ാം ഭാഗം സ്ത്രീകൾക്ക് പോരാ, അവിടെ പുരുഷ വിഷയത്തിൽ തന്നെ ഉണ്ട്. അത് അച്ഛൻ്റെ ഏട്ടനിയന്മാരോ അച്ഛന്മാരുടെ ഏട്ടന്മാരിലൊക്കെ ഉണ്ടായാലും മതി. അത് അല്ല അങ്ങനെയൊക്കെയുള്ള ചില ദുരിത എന്താ വെച്ചാൽ ഈ ദുരിത വിഷയങ്ങളുണ്ട്. നമ്മൾ അത് അവർക്ക് സമ്മതമില്ലാതെ കണ്ട് അവർ മറ്റൊരാൾക്ക് നിർബന്ധപൂർവ്വം ഉപേക്ഷിക്കേണ്ടി വരിക.
അതാരായിട്ട് അവര് അങ്ങനെയുള്ള പല ദുരിതങ്ങളും തറവാടിന്റെ പിന്നിലുണ്ട്. കുറെ പ്രായശ്ചിത്തൊക്കെ ചെയ്ത സ്ഥലമാണ് നിങ്ങള്. എങ്കിലും ആ ദുരിതങ്ങൾ നമ്മൾ സമഷ്ടിയായിട്ട് കുറെ ദുരിതങ്ങൾ തീർത്തിട്ടുണ്ട്. ഗുളികൻ 3-ലല്ലേ? ചില പ്രേത വിഷയങ്ങൾക്ക് എന്താ പ്രായശ്ചിത്തം ചെയ്തോ നിങ്ങള്? എന്താ വ്യാഴത്തോട് കൂടിയല്ലേ ഗുളികൻ? മോക്ഷകാരകനായ വ്യാഴത്തോട് കൂടിയായതുകൊണ്ട് ആ ദോഷത്തിന് കുറെ പരിഹാരം വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രേതബാധാലക്ഷണം പറയേണ്ട നിയമമൊന്നുമില്ല. ബാധ പ്രേതോദ്ഭവസ്യാൽ സിതവതി ഗുളികയെ ബാധകയെ അനിഷ്ടഭേവ. ഇപ്പൊ ചില ഗുളികൻ 6-ലോ 8-ലോ 12-ലോ ബാധയിലോ വന്നാലേ ഒരു പൂർണ്ണമായിട്ടും പ്രേതബാധാദുരിതം പറയാൻ പറ്റുള്ളൂ. അതില്ല. എന്തോ ചില പരിഹാരം ചെയ്തിട്ടുണ്ട്. അതെ. അവിടെ പ്രശ്നം വെച്ചിരുന്നു അവിടെ. ഓഹോ, വെക്കണത്. പിന്നെ നമ്മൾ അധികം അങ്ങോട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അല്ല, ഈ ദുരിത വിഷയങ്ങൾക്കുള്ള പ്രായശ്ചിത്തൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടാവില്ലേ വേർപാടിലൊക്കെ? അല്ല, ഗുളികൻ ഇവിടെ 3-ലുണ്ട്. 6-ലോ 8-ലോ 12-ലോ ബാധയിലോ ഗുളികൻ വന്നാലേ പ്രേതബാധാദുരിതം പറയാനുള്ളൂ. പക്ഷെ ചിലപ്പോൾ അതിൽ പെടാത്തതുണ്ടോ എന്നൊക്കെ നോക്കണം. ചിലപ്പോൾ വീണ്ടും ദുരിത വിഷയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. കാരണം താമ്പൂലത്തിലല്ലേ, അത് എത്രയല്ലേ കാണുള്ളൂ. നഷ്ടമംഗലല്ലേ, സ്വർണ്ണ പ്രശ്നമല്ലേ. അപ്പോൾ ചില വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അന്ന് ചെയ്തതല്ലേ, എന്താ ഇപ്പം ആയത് എന്നൊന്നും പറയണ്ട. അതാ പറഞ്ഞത്. അതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും കണ്ടാലും നിങ്ങളൊന്ന് ഒരു പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇത് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ അത് കണ്ടില്ലെങ്കിൽ അതിൽ അനിഷ്ടം പറയണം. അതില്ല. ഗുളികനാണ് പ്രേത ദുരിതത്തിന്റെ ആള്. അയാളിവിടെ വിശ്വസന. അത് താമ്പൂലവിടം പ്രതി അതെ, കൃഷ്ണാവിടം പ്രതി അതെ. എന്നാൽ ചില ഈ ശാപദുരിതക്കുള്ള പ്രേത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് വേണ്ടി വരും? ഒന്നും കൂടി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ദുർമരണ പ്രേതങ്ങൾ, ശാപദുരിതപ്പെട്ട പ്രേതങ്ങൾ, ഇവർക്കൊക്കെ സാധാരണ ഉള്ള ക്രിയ പോലെ ചിലപ്പോൾ ചെയ്താൽ പോരാ. ചിലപ്പോൾ നമ്മളൊരു ഒട്ടുപാത്രമാണ്, മൂലക്കിട്ടു, കുറേ പ്രാവശ്യം ഒന്നും ചെയ്യാതെ 100 പ്രാവശ്യം കഴുകൽ അതിന് കളറ് വരുമോ? 1-2 പ്രാവശ്യം കഴുകി എരികളൊക്കെ ഇട്ടാൽ ശരിക്കും അതിൻ്റെ കളറ് വരും അല്ലേ? അതേപോലെ ചില ദുരിതങ്ങളായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒരു പ്രാവശ്യം പരിഹാരം ചെയ്തുകൊണ്ടൊന്നും ദേഷിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്ന് പ്രശ്നം വെച്ച് പരിഹാരം ചെയ്താലേ പിന്നീട് ഞങ്ങൾ പരിഹാരം ചെയ്തതല്ലേ എന്നൊന്നും പറയേണ്ട വിഷയമല്ല. ചെയ്തതിൽ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പൂർണ്ണമായിട്ടും ഒരു പ്രേതദോഷം അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നേരെയായില്ല എന്ന് പറയേണ്ടി വരും. അതില്ല. പക്ഷെ ദുരിതങ്ങൾ ഇതിൽ കാണും. താമ്പൂലാകുമ്പം അത്രയല്ലേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില ശാപദോഷങ്ങൾ, അതാ പറയാനുള്ള കാരണം. ശാപദുരിതങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ട്. അതെ. പിന്നെ ഈ ഒരു ദേവാലയമാകുമ്പോൾ വളരെ കാലം ആരാധിക്കുകയും പിന്നീട് ഒരു ഉപേക്ഷാ സ്വഭാവത്തിൽ കടന്നു എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ക്ഷേത്രം ജീർണിച്ച് കിടന്നാൽ എന്താ, ആ വ്യക്തികൾക്ക് മാത്രമല്ല ഒരു ദോഷം ഉണ്ടാവുക, പരിസരവാസികൾക്കും കൂടി ഉണ്ടാവും. കാരണം എന്താ, നമ്മുടെ സംസ്കാരം തന്നെ എന്താണ്, ഒരാൾക്ക് മാത്രം സുഖം കിട്ടണമെന്ന് പറഞ്ഞാൽ അല്ല അല്ലേ? ആൾക്കാരുടെ ഗുണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ല. എന്താ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ. അപ്പോൾ ലോകത്തിലെ എല്ലാവർക്കും സുഖം ലഭിക്കണം അല്ലേ? അപ്പോൾ ആരായാലും വേണ്ടില്ല, വിശ്വാസികളും വേണ്ടില്ല, അവിശ്വാസികളും വേണ്ടില്ല, പിന്നെ മൃഗായാലും വേണ്ടില്ല, പക്ഷിയായാലും വേണ്ടില്ല, ചരാചരങ്ങൾ എല്ലാവർക്കും സുഖം കിട്ടണം എന്ന് പറഞ്ഞതാണെന്ത്, നമ്മുടെ സംസ്കാരം. അപ്പം ഇങ്ങനെ ഒരു ക്ഷേത്ര സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെട്ട് പിന്നീട് ഒരു അനാഥത്വം വന്ന് ജീർണാവസ്ഥയിൽ കിടന്നാൽ ആ ദുരിതം വ്യക്തികളെ മാത്രമല്ല, അതോ ഉടമസ്ഥന്മാരെ മാത്രമല്ല ബാധിക്കുക, അതിൻ്റേതായിട്ടുള്ള ദുരിതം പരിസരവാസികളെയും കൂടി ബാധിക്കും. ഏതുപോലെയാ, നമ്മളിപ്പോൾ ഒരു ബൾബ് കൊണ്ടുവന്നു, ഞാൻ പൈസ കൊടുത്ത് കൊണ്ടുവന്ന ബൾബാണ്. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ വെളിച്ചം കിട്ടാൻ പാടൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് ദുർഗന്ധമുള്ള വസ്തു കൊണ്ടുവച്ചാൽ ദുർഗന്ധമുള്ള വ്യക്തിക്കല്ല കിട്ടുക, ഏകം കിട്ടും, പരിസരങ്ങൾ മൊത്തം ഉണ്ടാവും. അപ്പം ക്ഷേത്രം എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഭക്തൻ എന്നുള്ളതാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം അതിൻ്റെ ഉടമസ്ഥന്മാർക്കും കിട്ടും, പരിസരവാസികൾക്കും കിട്ടും. ഇത് ദുരിതമായിട്ട് കിടന്നാലോ ഈ ദുരിതം എല്ലാവരും ഒരുപോലെ അനുഭവിക്കണം. അപ്പോൾ ലാത്തി ചാർജിൽ വെറുതെ എന്ത് നോക്കിയാൾക്ക് തല്ലൊടുങ്ങും പോലെ ചിലപ്പോൾ നിരപരാധികൾക്കായിരിക്കും ചിലപ്പോൾ കുടുങ്ങാതൊക്കെ കേട്ടോ. അപ്പോൾ ആർക്കും ഒന്നും വരാതിരിക്കാനും ഇതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാനും എല്ലാവരുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്താക്കും, കുറച്ചും കൂടിയും ഗുണകരമാക്കി തീർക്കും എന്നുള്ള സൂചന ഉണ്ടല്ലോ. ആദ്യത്തെ വീട്ടിലെ കൊണ്ടതല്ലേ. അപ്പം ഈ ദുരിതങ്ങളൊക്കെ ഹേതുകമായി
ഇന്ന് നമ്മളെ സംബന്ധിച്ച 4-ാം ഭാവാദിന് പാപയോഗത്തിലാണ്. ഒരു വീടുകളിലും സൗകര്യവും സമാധാനവും ഇല്ലാണ്. നിങ്ങൾ ആൾക്കാർ ഇവിടെ താമസിച്ചാലും ഇവിടുന്ന് മാറി അപ്പുറത്ത് താമസിച്ചാലും ഇവിടുന്ന് മാറി മലപ്പുറത്തേക്ക് പോയാലും അല്ല ബാംഗ്ലൂരിൽ പോയാലും ഈ ദേവന്റെ ദുരിതങ്ങൾ എല്ലാവരും പിടികൂടുന്നുണ്ട് കേട്ടോ. 4-ാം ഭാവതി ഗുളിഭവനാദിയുടെ എല്ലാ വീടുകളിലും മരുന്ന് കുപ്പി ഒഴിയാത്ത ഏത് വീടാ കഴിക്കാത്തത് നോക്കിയാൽ മതി എന്നാ. ആയുർവേദം കഴിക്കുന്നവരുണ്ട്. മാത്രമല്ല സഭാവിദ്യതി വൈശജി ദസ്യഗേഹേന്നല്ലേ, സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥ. അത് ഹോമിയോ, ഇംഗ്ലീഷും പിന്നെ ഇത് 3 മാറി മാറി കഴിക്കും. ആയുർവേദവും കുറച്ച് കഴിച്ചു നോക്കും, ഇത് മാറില്ല ഉടനെ മറ്റേ കഴിക്കും, ഉടനെ മറ്റേ കഴിച്ചു വെക്കുക, എന്നാലും മാറൂല. അല്ല കാശ് മുഴുവൻ എങ്ങനെയാണ്? കുറേ ഡോക്ടർമാർക്കും മന്ത്രവാദികൾക്കും ഞങ്ങളെപ്പോലെ ജ്യോത്സ്യന്മാർക്കും കൊടുക്കുക. അങ്ങനെ മറ്റവർക്ക് കൊടുത്തു അല്ലേ, മറ്റവർക്കും കൊടുക്കണം, ഞങ്ങൾക്ക് കൊടുത്താൽ കാര്യമുണ്ട്. ഏതായാലും അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം അതിപ്പം ഏത് വീടുകൾ നോക്കിയാലും നിങ്ങൾ ഓരോരുത്തരെ പരിശോധിച്ചാലും ഇപ്പം ആദ്യം പറയില്ല, ഒരാൾ വഴിക്കുന്നത് കണ്ടാൽ എന്താ പറയുക, സുഖം തന്നെയെന്ന് പറയും. വിശേഷം ചോദിക്കുമ്പോഴേ പിന്നെയാണല്ലോ എന്താ പറയുക, ഇപ്പം നല്ല സുഖമുണ്ടെന്നില്ല. ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോഴാണ് മറ്റേ മകനോ ബൈക്കിൽ ബുദ്ധിമുട്ടുണ്ടായല്ലോ, മറ്റാൾക്ക് ഇങ്ങനെ ഉണ്ടായി. പിന്നെ പറയുമ്പോഴൊക്കെ എന്താണ് ദോഷങ്ങളും ദുരിതങ്ങളെ പറയാനുള്ളൂ. അതേപോലെ പ്രത്യക്ഷമായ വെറ്റിലയിൽ കേടുപാടുകളൊന്നുമില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തിപരമായി ഓരോരുത്തരെടുത്ത് ചിന്തിക്കുമ്പോഴും ഓരോരുത്തരിലും ചില ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അതാണോ ശനിയാണ്. അപ്പം ശനി എന്താ, പിന്നെ മൃത്യുർ വ്യാധിച്ച ദുഃഖം ശനി എന്നല്ലേ, മരണത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും കാരകത്വം ആരിലാണ്? ശനിയിലാണ്. അപ്പം ഈ ദേവൻ്റേതായിട്ടുള്ള ദുരിതങ്ങൾ അഥവാ ധർമ്മദേവ ദോഷങ്ങൾ ഇത്തരം ആപത്തുകളെ സൃഷ്ടിക്കപ്പെടും. അപ്പം നെഹ്രേഹി സുഖാർത്ഥനേഹ സ്ഖലിതശിലേക്ക് രക്ഷാപതിർന്നല്ലേ, ഒരു ബന്ധനാവസ്ഥ വരെ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ട് കുടുംബത്തിൽ. ബന്ധനാവസ്ഥ ആർക്കും ഉണ്ടായില്ലല്ലോ അല്ലേ, ലോക്കപ്പിലൊന്നും കിടന്നവരൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പോയാൽ അതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ആരോ അകത്തിട്ട് പൂട്ടി എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ. 12 സൂര്യനല്ലേ അല്ലേ, സ്വാതന്ത്ര്യ നിഷേധനല്ലേ, ബന്ധനം എന്നല്ലേ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണ്. ഒരു ബന്ധനാവസ്ഥ, ഒരു ബന്ധനയോഗം ഉണ്ട്. അതെന്താ അല്ല വന്ന് കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും. അതാ ഒരു മണിക്കൂറായാലും അല്ലെങ്കിൽ ഒരു നേരമായാലും ഈ 12 സൂര്യ വന്നല്ലേ പാപേ എന്നല്ലേ, സ്നേഹേതുകമായിട്ടോ കടങ്കാരനായിട്ടോ അല്ലെ ധനങ്കാരനായിട്ടോ ബന്ധനാവസ്ഥ അനുഭവിക്കേണ്ട യോഗമുണ്ട്. സ്നേഹേതുകമായിട്ടോ അല്ലെങ്കിൽ ചില സാമ്പത്തിക വിഷയത്തിലോ അല്ലെ കടം അല്ലെങ്കിൽ സമ്പത്ത് പണം കാരനായിട്ടോ ധനങ്കാരനായിട്ടോ അനുഭവിക്കുകയാണ്. ശ്രദ്ധിക്കണത് കേട്ടോ. പിന്നെ 2-ാം ഭാവമല്ലേ, ഭക്ഷണം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുണ്ടെ പറഞ്ഞാൽ മതി, അന്വേഷിച്ച് നോക്കൂ. 2 നിധികോശ ധന ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുഷദക്ഷിണം വിദ്യാഹ്യൽ സർവം ചിന്യം ദ്വിതീയത. ഇത് ധനം, വാക്ക്, കുടുംബം ഇതിൻ്റെയൊക്കെ വെറ്റിലയാ. നല്ല ഓട്ടയല്ലേ അതിന്. അപ്പം കുടുംബങ്ങളൊന്നും പരസ്പരം യോജിപ്പില്ലല്ലോ, കുടുംബത്തിൻ്റെ വെറ്റിലയാ. ഇപ്പം നിങ്ങളൊക്കെ പാടെ കൂടിയതാന്നാ പ്രശ്നമായതുകൊണ്ട്. അല്ലേ, ലാംരാശിയല്ലേ, ബന്ധുവിന ഉപകാരകർത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യും, അവസാനം അടി ഉണ്ടാക്കുകയും ചെയ്യും. അല്ലേ, ബന്ധുവിന ഉപകാരകർത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യും. വിരക്ഷിത തെക്ത എന്തെങ്കിലും നിസ്സാരമായ കാര്യം പറഞ്ഞിട്ട് അവസാനം പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ ഇന്നത്തെ തലമുറയിൽ കുറേയൊക്കെ മാറ്റമുണ്ട്. ഇല്ല നിങ്ങൾ പറയണം, പക്ഷെ വെറ്റിലയിലും അതുമുണ്ട് കേട്ടാ. ഒരു ഗുണാധികത്തുള്ള രാശിയാണ്. അതെ, ഗുണാധികത്വാ ദ്രവിണോപലബ്ധി വാണിജ്യകർമ്മ നൈപുണത്വം പത്മാലയ തന്നിലേ എന്ന ലോലാന്നല്ലേ. അപ്പം ലാംരാശി പറയുമ്പോൾ ദേവനാമ ദ്വിനാമ ഉദയ നവാംശകാരൂഢവുമാണ്. അപ്പൊ ഈ ക്ഷേത്രകാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾക്കാരാ. ദേവ ബ്രാഹ്മണ സാധു പൂജനരതാന്നല്ലേ. അപ്പൊ ദേവാരാധനകളും
ബ്രാഹ്മണന്മാരെ വിശിഷ്ടന്മാരായിട്ടുള്ള വ്യക്തികളെയൊക്കെ അവരൊക്കെ ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കും ദേവന്മാരെയും ക്ഷേത്രം ഉണ്ടാക്കി പ്രതിഷ്ഠകളും ആചരണങ്ങൾക്ക് നടത്തിയതായിട്ടുള്ള പാരമ്പര്യം നമുക്കുണ്ട്. സാധുപൂജന രഥ അങ്ങനെയുള്ളതായിട്ടുള്ള പൂജിക്കപ്പെടേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അവരിലാണ് എന്ത് ഇന്നിപ്പം ഭാവപതി ആ ഗ്രഹത്തിന് പാപയോഗവും ഗ്രഹണയോഗവും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും എന്തോ ചില അപ്പോൾ ഈ ഉദയ നവാംശകാരൂഢമായിട്ട് അത് രണ്ടാം കുടുംബസ്ഥാനവും കൂടിയായിട്ട് വരികയും അതിൻ്റെ 9ാം ഭാവാധിപനും മൂല്യം വന്നതുകൊണ്ട് ദേവശാപമാണ് ഇവരുടെ കുടുംബത്തിന്റെ ദോഷത്തിന് കാരണം എന്ന് കാണിക്കുന്ന ലക്ഷണമല്ലത്. ജീവാപത്തിവ ലഗ്നപേഷ സഫലേഷ കൊച്ചുതാംശുർ ഭവേ ധർമ്മേശോ യതി ദേവശാപജനിത സന്താനഹാനി നൃണാം. അപ്പൊ ബുധന് മുതൽ മൂല്യം തുടങ്ങിയല്ലോ. അപ്പം ഈ പരമ്പര ഈ സന്താന പിന്നെ ദേവപരമായ ദുരിത ദുഷിപ്പുകൾ ഇവിടെ പരമ്പര നമ്മൾ സന്താനം എന്ന് പറയുമ്പോൾ വിവാഹ ജീവിതത്തിലേക്കും അത് വിവാഹം കഴിയാതെ താമസിക്കുക, അതായത് ദാമ്പത്യ ജീവിതത്തിലേക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കുക, സന്താന വിഷയത്തിലേക്ക് ദുഷിപ്പുകളെ ഉണ്ടാക്കുക, ഇത്തരം ദുരിതങ്ങളൊക്കെ നമ്മളെ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പം അതാ നോക്കുന്നത്. അപ്പം ദേവശാപജനിത സന്താനഹാനി. അപ്പം അത്തരം ദുരിതങ്ങൾ ഇത്തരം ഈ ദൈവികമായ ദുഷിപ്പുകളെ കൊണ്ടുണ്ടാവും. അപ്പോൾ ആ ദൈവികമായ ദുഷിപ്പുകൾ നമ്മളെന്താണ് നോക്കുകയുള്ള അത് വേണ്ടതായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്താലേ ഇതെന്താവുള്ളൂ, നേരെയാവും. ഒരു സമയത്ത് ഈ ഒരു തമ്മിൽ എന്തോ ഒരു ഫൈറ്റ്, ചൊവ്വാശനിമാരുടെ ദൃഷ്ടിയല്ലേ. ചൊവ്വയിൽ ശനി ചെയ്യുന്നതിടയിൽ വക്കാണം വെട്ടുതല്ലിവാന്നല്ല. ഇവിടെ വെച്ചിട്ട് എന്തോ ഒരു വക്കാണം എന്തോ ഒരു ചെറിയ എന്തോ ഒരു പ്രശ്നം ഇവിടെ വെച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടുത്തെ സമയത്ത് തന്നെ ഇവിടുത്തെ ഈ ദേവാലയം നടക്കുന്ന കാലഘട്ടത്തിലെ ഈ സങ്കേതത്തിൽ വെച്ച് എന്തോ ഒരു പാടില്ലാത്തൊരു വിഷയം ഇവിടെ വെച്ച് സംഭവിക്കുക, എന്തോ ചില വാക്ക് തർക്കങ്ങളോ പരസ്പരം എന്തോ ഒരു വിഷയങ്ങളോ ഉണ്ടാക്കുക, അങ്ങനെ സംഭവിച്ചു പോയിന്ന് കാണുന്നുണ്ട്. വക്കാണം വെട്ടുതല്ലിവാന്നല്ലേ അല്ലേ, എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേ തമ്മിൽ എന്തോ ഒരു ഒന്നും കൂടിയിട്ടുണ്ടോ നോക്കണം. ഈ ദേവന്റെ വിഷയത്തിലേക്ക് അത് ദുരിതത്തിന് കാരണമായിട്ടുണ്ട്. അല്ലാതെ ഇടയ്ക്ക് കത്തി കൂടാളെ കൂറുന്ന ആൾക്കാരാണ്. ഇത് ഉണ്ടായ കാലത്തല്ല. അതാ ഈ മായാപടുല്ലങ്ക നമ്മൾ അസകടിതകടിതാസ മായ, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാ, ഉള്ളതില്ല എന്ന് പറയാ, അതാണല്ലോ മായ. അപ്പൊ എന്തോ ഒരു വൈരുദ്ധ്യത, എന്തോ ഒരു പ്രയാസം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ എന്തായി, ഇന്ന് പോയി നേരത്തെ പറഞ്ഞല്ലേ, എന്തോ ഒരു ദുരിതം. ഏത് അല്ല, അങ്ങനെ ദുരിതം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അല്ല, ശനി ആയതുകൊണ്ടല്ലേ, വക്രത്തിൽ സ്വക്ഷത്തിലായതുകൊണ്ട് 50 കൊല്ലങ്ങൾക്ക് മുന്നേ ഇന്ന് പോയതായിട്ട് അറിയാം. 50 കൊല്ലം ഇന്ന് പോയിട്ടേ
ശനിക്ക് 50 വക്രോ സ്വക്ഷേത്രോ എന്നുള്ള കുറച്ച് വേണേൽ കൂട്ടാന്നേ ഉള്ളൂ. ഒരു 50 കൊല്ലത്തിൻ്റെ ഓടായിട്ട് ഒന്നുമില്ലാതെ ആയിട്ട്. ആ നിങ്ങൾക്ക് എത്ര വയസ്സായി? 70. എത്രയായി നിങ്ങൾക്ക്? അപ്പം അതന്നെ 50ൻ്റെ അടുത്തായില്ല. ആ പക്ഷേ ഈ സാന്നിധ്യ വിഷയത്തിൽ അല്ലേ, 4-ാം ഭാവം പ്രതി 4-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനും അഷ്ടമാധിപനും, കൃഷ്ണാവിടം പ്രതി 4-ാം ഭാവം പ്രതി ലഗ്നാധിപനും പഞ്ചമാധിപനും അഷ്ടമാധിപനും. അപ്പോൾ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. ലഗ്നാൽ പഞ്ചമലഗ്നരന്ധ്രപതിയ സ്തന്നോനെ സംബന്ധിനോ ബിംബസ്യ അമിത തേജസ സാന്നിധ്യപൂർണ്ണസ്ഥിതി എന്നല്ലേ, ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പം ക്ഷേത്രം പോയാലോ ബിംബം പോയാലൊന്നും ആ സാന്നിധ്യം ഇവിടുന്ന് ഒരിക്കലും വിട്ടുപോയിട്ടില്ല എന്നാണ്. അപ്പം സ്വർണ്ണാടത്തിൻ്റെ 4-ാം ഭാവം കുംഭരാശിയാണ്, ധർമ്മദേവസ്ഥാനം. അതിൻ്റെ ആരൂഢപതിയും പഞ്ചമ സാന്നിധ്യപതിയും അഷ്ടമ സാന്നിധ്യപതിയും കൂടിയിട്ട് ഒന്നിച്ചല്ലേ. അപ്പോൾ അത് സാന്നിധ്യം ക്ഷയിക്കാനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് എന്തോ ചില പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഇവിടെ ഇല്ല എന്ന് പറയുക, അതില്ലാതെ അത് അങ്ങനെ ഇല്ല എന്നുള്ള തോന്നലൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കുക, അല്ലാതെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാനൊക്കെ വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. എന്നാലും ഒരിക്കലും ഇവിടെ എന്തില്ല, സംശയമില്ലല്ലോ. ഇതാണ് നിങ്ങൾ ആദ്യം തന്നെ തൊട്ടത് എന്താ? ഉരുളിയാ. വാഗ്ദേവിയെയും ഗുരുവിനെയും സ്മരിക്കേണ്ട മംഗളവസ്തു അല്ലേ, മംഗളവസ്തു അല്ലേ. അപ്പോൾ ഒരു ദേവീ ബന്ധവും ഒരു ഗുരുബന്ധവും ഇവിടെ നിന്നും അതാ ശനിബന്ധവും ഇവിടെ നിന്നും നിലനിൽക്കുന്നു എന്ന് പറയേണ്ടതാണ്. എന്ത് അതല്ല, വിളക്കൊക്കെ നിങ്ങൾ കത്തിച്ചിട്ടല്ലേ ആരംഭിച്ചത്, അങ്ങനെയുള്ള ശ്രമം ഉണ്ടാക്കിയല്ലോ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള പിന്നെ നമ്മൾക്കിപ്പം അമ്പലമില്ല, ക്ഷേത്രമില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. അയ്യപ്പൻ ശബരിമലയ്ക്ക് പോയി അല്ലെ ഭഗവതി വേറെ എങ്ങോട്ടോ പോയി എന്നൊന്നും ആരും ധരിക്കേണ്ട. അല്ലേ, ശരിക്കും സ്വക്ഷേത്രസ്ഥിതിയല്ലേ, സ്വക്ഷേത്രാംശകല്ലേ, ജാഗ്രാവസ്ഥയിലല്ലേ, ജാഗ്രസ്ഥ ഗ്രഹസ്ഥറവയില്ലേ, ജാഗ്രാവസ്ഥയിലെ ഗ്രഹം അവിടെ ഇവിടെ നന്നായിട്ട് ഭരിച്ചാൽ ഇവിടെ നല്ലൊരു കുടുംബജീവിതം, ആപത്തുകളെയും ദുരിതങ്ങളൊക്കെ ഇവിടെ ഇല്ലാതാക്കാൻ സാധിക്കും. അതിന് നിങ്ങൾ ആദ്യം വേണ്ടത് എന്താ വെച്ചെങ്കിൽ ഇതിനൊരു പൊതുസ്വഭ, ഈ 2-ാം ഭാവം ഏകസ്ഥാനപതിക്ക് പിന്നെ ശത്രുക്ഷേത്രവും ഇറ്റലിയിലൊരു ഇതുമുണ്ട്. അപ്പോൾ അതൊരു സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയിലല്ല എന്നിപ്പം പറയേണ്ടി വരും. ക്ഷേത്രേ നിങ്ങളെ പറഞ്ഞാൽ ഒരു പൊതുവായിട്ട് വെച്ചിട്ടില്ല എന്ന് കാണുന്നുണ്ട്. പൊതു പറഞ്ഞാൽ ഒരു ദേവസ്വമായിട്ട് ഇപ്പം നിൽക്കുന്നില്ല. അല്ല, അതിന് അടിസ്ഥാനപരമായ രേഖയൊന്നുമില്ല, ചെയ്യാന്നല്ലാതെ. അതാ പറഞ്ഞു, അല്ല അതാ പറഞ്ഞത്. അത് ഭാവിയിൽ ഇപ്പോൾ ക്ഷേത്രസങ്കല്പമായിട്ട് വരിക എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പൊതു സ്വഭാവം, പൊതു പറയുമ്പോൾ സ്ഥലം ദേവസ്വമായിട്ട്, ദേവസ്വം അതാ പറഞ്ഞുള്ളൂ, ദേവസ്വമാക്കി മാറ്റണം. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ രേഖ കൊണ്ടൊക്കെ അങ്ങനെയല്ല. ഇപ്പോൾ ചിലവർക്ക് തോന്നുക ഞങ്ങളിപ്പോൾ എന്തിനാ അങ്ങോട്ട് വരുന്നത്, ഓരോതല്ലേ എന്നൊക്കെയുള്ള ചില മാനസികാവസ്ഥ ഭാവിയിലേക്ക് വരാതിരിക്കാനും കൂടി അത് കുറച്ച് നന്നായിരിക്കും. 2-ാം ഭാവം അതും കൂടിയാണ്, കുടുംബം, രേഖ, അതൊക്കെയാണല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ആർക്കും കംപ്ലൈൻറ്റോ പ്രയാസമൊന്നും ആർക്കും ഇല്ല. നാളെ അത്തരം വിഷയങ്ങൾ വരാതിരിക്കാൻ ഒരു പൊതുസ്വഭാവത്തിലാക്കി നടത്തുന്നത് കുറച്ചും കൂടിയും അല്ലേ. രേഖാസ്ഥാനപതിയായ ഗ്രഹം ശുക്രനല്ലേ, അത് 11-ലല്ലേ. അതൊക്കെ നിങ്ങൾ തന്നെ ഭംഗിയായിട്ട് പരിഹരിച്ച് നേരെയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതിന് വേണ്ടതായിട്ടുള്ള സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇല്ല. പക്ഷെ ഇതിനു വേണ്ടി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മഹാലക്ഷ്മി അല്ലേ, സമ്പത്തിന് പണമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയണത്. സ്വർണ്ണാരൂഢത്തിന്റെ 2-ാം ഭാവം ധനുരാശിയായിട്ട് വരും. ദൈവനിയോഗാധിപത്യ സകല ജനാഹ ധനമസ്മൈ ദദ്യുഹു എന്നല്ലേ, ദേവന്റെ നിയോഗം കാരണമായിട്ട് ധാരാളം പണം വരുന്നല്ലേ.
ഈ ദുരിതം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഈ ദൈവികമായ കോപങ്ങളും ഇവിടെയുള്ള ഗുരുജനങ്ങളുടെയൊക്കെ അനിഷ്ടം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങോട്ട് മുന്നോട്ട് വരാൻ തയ്യാറില്ല. ഇവിടെയുള്ള ദേവന്മാർ കുറേ നോട്ടീസൊക്കെ അയച്ചു നോക്ക്, ആരും കൈപ്പറ്റിയില്ല. ഇപ്പോഴാണ് ജപ്തിയും വാറണ്ടും കൂടി വന്നപ്പോഴാണ് എല്ലാവരും നേരെയായത്. ഇങ്ങനെ ആയാൽ പോരാ, നമുക്കൊരു വിഷയമൊക്കെ നോക്കിയിട്ട് ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവർ കുറേ മുന്നേ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. പണ്ടൊരാൾ പറഞ്ഞ പോലെ മുണ്ടിയവൻ പ്ലാവിലുണ്ട് വരാറില്ല അല്ലേ, ഒരു കഥ ഉണ്ടല്ലോ. അതേപോലെ ആരും രംഗത്ത് വരാൻ തയ്യാറില്ല. താമ്പൂലാരൂഢത്തിന്റെ 4 സൂര്യനും 7 ശുക്രന്റെ അംശവും 10 ചന്ദ്രനും വന്നുകൊണ്ട് ദേരൂപത്തിൽ മുന്നോട്ട് പോവാണെങ്കിൽ ഒരു വംശാന്തത്തിന്റെ ലക്ഷണമല്ലേ? അതെ. വംശച്ഛേത ഖമതസുഖൈഹി ചന്ദ്രദൈത്യദ്യവാപൈഹി. ഇങ്ങനെ വന്നാൽ വെച്ചാൽ ഇവിടെ പരമ്പര കുറയും. പരമ്പര പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാതിരിക്കുക, അല്ലെ കുട്ടികളിലേക്ക് നാശങ്ങൾ ഉണ്ടാവുക. അതാണ് വംശവിച്ഛേദ യോഗ. സന്താന പരമ്പര, അല്ലെങ്കിൽ നിങ്ങളെ മക്കത്തായക്കാരാണെങ്കിൽ പെൺകുട്ടികൾ വന്നാൽ അത് എന്താവും, കുറയില്ലേ പരമ്പര. 2 കുട്ടികളും വേണം, ആണും പെണ്ണും വേണം. അതൊക്കെ എന്താണ്, വംശപരമ്പരയിലേക്ക് ദുഷിപ്പുകളെ ഉണ്ടാക്കുക എന്നർത്ഥം. അങ്ങനത്തെ ലക്ഷണമൊന്നും ഇല്ലല്ലോ കുടുംബത്തിൽ, എന്താണില്ലാത്ത ആളുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ യോഗമുണ്ട്. വംശച്ഛേദാഖ മതസുഖേഹി ചന്ദ്ര. അതെ. 8 കൊല്ലമായിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ദോഷങ്ങളുടെ കാലഘട്ടം. അപ്പം ഇതിൻ്റെ മുന്നേ ഒരു ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് നവീകരിക്കാൻ വേണ്ടിയിട്ട്. അത് പകുതി വെച്ചില്ലാതെയായതാ. പിന്നെ ഒരു 5 കൊല്ലത്തിന് ഇങ്ങോട്ട് ഇതിൻ്റെതായിട്ടുള്ള പ്രവർത്തനം കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് വന്നിട്ടുണ്ട്. അതെ. അപ്പം അതുപോലെ നമ്മളെ ഒരു ഈ ദോഷങ്ങൾ നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും ഉണ്ട്. അതെല്ലാവരും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ ആ ദുരിതങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. അത് മനസ്സിലാക്കാതെ നിങ്ങളാൾക്കാർ പല സ്ഥലത്തും പോകുന്നുണ്ട്. നിങ്ങളാൾക്കാർ ഗംഭീരമായ 40 ദിവസം വ്രതം എടുത്ത് ശബരിമലയ്ക്ക് പോയിട്ട് കാര്യമില്ല. എന്താ, ഇവിടെ ഉള്ളതായിട്ടുള്ള അയ്യപ്പൻ ഒരു SMS അയക്കും ശബരിമലയ്ക്ക്, ഇതാ ഒരു മഹാപാപിയാണ് വരുന്നത്, 40 ദിവസം ഗംഭീരമായി വ്രതമൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ഒരു വിളക്ക് വെപ്പ് പോലും ഇല്ലാതെയാണ് ആൾ ഇങ്ങോട്ട് വരുന്നത് ആ സ്ഥലത്തേക്ക്. ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്നേ പറയൂ. അപ്പോൾ ഈ തറവാട്ടുകാർ എന്ത് ഗംഭീരമായിട്ട് പോയിട്ടും അയ്യപ്പൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള അയ്യപ്പ ഉള്ളത് കൊണ്ട്, അവിടെ ഒരു ഭഗവതി ഉള്ളത് കൊണ്ട് ഇവിടെ വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് പൂജ കഴിച്ചിട്ട്, അഥവാ നമ്മൾ ആ ഭക്തിപുരസ്സരം പോകുമ്പോഴേ ഈ അയ്യപ്പൻ്റെയും കൂടി ഗുണം നമുക്ക് അവിടെ കിട്ടുള്ളൂ എന്നാണ്. അതൊന്നും ആരും സ്മരിക്കാറില്ല. നോക്കാം. പറയും. നിങ്ങൾ സംശയമായില്ല, ഞങ്ങൾ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടാ. നമ്മൾ 1ാമത്തെ വീട്ടിലല്ലേ ആയുള്ളൂ. അപ്പം ഞങ്ങൾ മരത്തിന് മുകളിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കൊമ്പ് വെട്ടി തടി മുറിച്ച് ഈർന്ന് കഷ്ണമാക്കുക, ഈ പണിത്തരാക്കി മാറ്റണം. അതാണ് അഷ്ടമല പ്രശ്നം. ഓരോ വിഷയം ചിന്തിച്ചിട്ട് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് സംശയം. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോഴേക്കും സംശയമായി കുടുങ്ങിയില്ലേ. നിങ്ങൾ പറയാൻ പോകുന്ന ചിന്തയിൽ വന്നില്ലേ നമുക്ക്, അല്ലെങ്കിൽ ആ സമയത്ത് വേണേൽ വിശദീകരിക്കാം. ഭക്ഷണമായിട്ട് കഴിക്കാം.